വെൽക്കം ടു ദ ഡിബേറ്റ്. നരേന്ദ്രമോദി സർക്കാരിന്റെ മൂന്നാം ഊഴം തുടങ്ങിയത് ജനകീയ വിഷയങ്ങളിൽ. അല്പസമയം മുൻപ് അവസാനിച്ച മന്ത്രിസഭാ യോഗത്തിലും പ്രഥമ പരിഗണന തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായ വിഷയങ്ങളിൽ. ചുമതലയേറ്റ പ്രധാനമന്ത്രി ആദ്യം ഒപ്പുവെച്ചത് 9.3 കോടി കർഷകർക്ക് 2000 രൂപ എത്തിക്കുന്ന കിസാൻ സമ്മാൻ നിധിയുടെ ഫയലിൽ. ആദ്യ ദിനം തന്നെ 3 കോടി വീടുകൾ കൂടി പ്രധാനമന്ത്രി ആവാസ് യോജന ഉൾപ്പെടുത്തി നിർമ്മിക്കാനുള്ള തീരുമാനം. വോട്ടു ചുരത്താൻ പതിവായി കുരുക്കുന്ന വിഷയങ്ങളെല്ലാം മാറ്റിവെച്ച് ജനകീയ വിഷയങ്ങളിൽ തൊട്ടു തുടക്കം. അപ്പോഴും കല്ലുകടിയായി ക്യാബിനറ്റ് പദവി മോഹിച്ച ഷിൻഡെ ശിവസേനയുടെയും അജിത് പവാർ NCPയുടെയും സുരേഷ് ഗോപിയുടെയും അതൃപ്തി. മൂന്നാം ഊഴം മോഡി കൂട്ടും മോദി എന്നതാണ് ചോദ്യം. ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ക്യാബിനറ്റ് വകുപ്പുകൾ ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും വൈകിയ വകുപ്പ് വിഭജനമാണ് ഇപ്പോൾ നടക്കുന്നത്. കഴിഞ്ഞ നരേന്ദ്രമോദി സർക്കാർ 2014-ലും 2015-ലും 17-18 മണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കിയ സീറ്റ് വിഭജനമാണ് 24 മണിക്കൂറായിട്ടും പൂർത്തിയാക്കാൻ കഴിയാത്തൊരു സാഹചര്യം കൂടിയുള്ളത്. സഹമന്ത്രിമാരുടെ സീറ്റ് വിഭജനത്തിലാണ് ഇപ്പോൾ തർക്കമുള്ളതെന്ന് മനസ്സിലാക്കുന്നു. മൂന്നാം NDA സർക്കാരിലും സുപ്രധാന വകുപ്പുകളിൽ മാറ്റമില്ല. അമിത്ഷാ ആഭ്യന്തരവും, രാജ്നാഥ് സിംഗ് പ്രതിരോധവും, നിർമ്മല സീതാരാമൻ ധനകാര്യവും, S ജയശങ്കർ വിദേശകാര്യ വകുപ്പുകളും കൈകാര്യം ചെയ്യും. നിതിൻ ഗഡ്കരി തന്നെയാണ് ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയായി തുടരുക. ഗതാഗത വകുപ്പിൽ 2 സഹമന്ത്രിമാരുണ്ട്. അജയ് തംതയും ഹർഷ് മൽഹോത്രയും എന്നിവരാണ് സഹമന്ത്രിമാർ. ശരത് കെ ശശി നമുക്കൊപ്പം ചേരുന്നു. ശരത് കെ ശശി, വെരി ഗുഡ് ഈവനിങ്. വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ക്യാബിനറ്റ് ആർക്കൊക്കെയാണ് വകുപ്പുകൾ എന്നുള്ളത് ഏറെക്കുറെ തെളിഞ്ഞു വരുന്നു. ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ എന്തെല്ലാം? ഏതൊക്കെ മന്ത്രിമാർ പഴയ വകുപ്പുകൾ നിർത്തും? മാറ്റം ഏതൊക്കെ വകുപ്പുകളിലാണ്? പൂർണ്ണ വിവരങ്ങൾ അറിവായോ? അരുൺകുമാർ, പൂർണ്ണമായ വിവരങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ. രാഷ്ട്രപതി ഭവനാണ് ഈ മന്ത്രിമാരുടെ വകുപ്പുകൾ നിശ്ചയിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം ഇറക്കേണ്ടത്. ആ വിജ്ഞാപനം ഏതായാലും അതേപടി പുറത്തു വന്നിട്ടില്ല, പരസ്യമായിട്ടില്ല. പക്ഷേ ചില നിർണായകമായ സ്ഥിരീകരണങ്ങൾ ഇപ്പോൾ BJPയുടെ ഭാഗത്തു നിന്ന്, കേന്ദ്ര സർക്കാർ വൃത്തങ്ങളുടെ ഭാഗത്തു നിന്ന് പുറത്തു വരികയാണ്. 5 മന്ത്രിമാരുടെ കാര്യത്തിൽ, ആകെ 71 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തതിൽ 5 മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ചാണ് വ്യക്തത വന്നിരിക്കുന്നത്. അതിൽ 3 ക്യാബിനറ്റ് മന്ത്രിമാരുടെ കാര്യം, അത് അമിത്ഷാ, രാജ്നാഥ് സിംഗ്, അതുപോലെ തന്നെ നിതിൻ ഗഡ്കരി, S ജയശങ്കർ, ഇവരുടെ വകുപ്പുകൾ സംബന്ധിച്ചിട്ടുള്ള വ്യക്തത വന്നിട്ടുണ്ട്. ഈ 4 മന്ത്രിമാരും 2019 മന്ത്രിസഭയിൽ ഏതൊക്കെ വകുപ്പുകൾ കൈകാര്യം ചെയ്തോ ആ വകുപ്പുകൾ തന്നെയായിരിക്കും വീണ്ടും ഈ മന്ത്രിസഭയിലും കൈകാര്യം ചെയ്യുക. അമിത്ഷാ ആഭ്യന്തര വകുപ്പ് നിലനിർത്തും, S ജയശങ്കർ വിദേശകാര്യ വകുപ്പ്, അതുപോലെ തന്നെ രാജ്നാഥ് സിംഗ് പ്രതിരോധ വകുപ്പ്. ഈ 3 വകുപ്പുകൾ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ നിലനിർത്തും. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഈ 2ാം മോദി മന്ത്രിസഭയിൽ കയ്യടി നേടിയിട്ടുണ്ടായിരുന്നത് നിതിൻ ഗഡ്കരി ആയിരുന്നു. ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ അദ്ദേഹത്തിന് സാധിച്ചു എന്ന് പൊതുവെ അഭിപ്രായം ഉയരുകയും ചെയ്തിരുന്നു. ആ വകുപ്പിൽ ഏതായാലും നിതിൻ ഗഡ്കരി തന്നെ തുടരുകയും ചെയ്യും. ഇതിൽ ശ്രദ്ധേയമായ കാര്യം, ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി, സുരക്ഷാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മന്ത്രിതല സമിതി. ആ മന്ത്രിതല സമിതിയിൽ പ്രധാനമന്ത്രിയെ കൂടാതെ 4 മന്ത്രിമാരാണ് ഉണ്ടാവുക. ഡിഫൻസ്, അതുപോലെ തന്നെ ഹോം അഫയേഴ്സ്, പ്രതിരോധം, ആഭ്യന്തരം, ധനകാര്യം, അതുപോലെ തന്നെ വിദേശകാര്യമന്ത്രി. ഈ 4 പേരാണ് പ്രധാനമന്ത്രിയെ കൂടാതെ ഉണ്ടാവുക. അതിൽ 3 പേരുടെ കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ട്. നിർമ്മല സീതാരാമന്റെ കാര്യം സ്ഥിരീകരിക്കപ്പെടേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു വകുപ്പിന്റെ കൂടി സൂചന വരുന്നു. ആരോഗ്യ വകുപ്പ് JP നദ്ദയ്ക്കായിരിക്കും. മോദി സർക്കാരിന്റെ 2014-ൽ ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് JP നദ്ദയാണ്. JP നദ്ദയ്ക്ക് ആരോഗ്യവകുപ്പ് എന്നുകൂടി ഒരു സൂചന കൂടി എത്തുന്നു. അതായത് ശരത്ത്, ഈ ബിഗ് ഫോറിന് മാറ്റമില്ല. ഒരുപക്ഷെ അതിൽ മാറ്റമുണ്ടാവാൻ സാധ്യതയുള്ളത് ധനകാര്യം നിർമ്മല സീതാരാമനിൽ നിന്ന് പീയൂഷ് ഗോയലിലേക്ക് പോയേക്കാം എന്നതല്ലാതെ മറ്റു മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല. അതല്ലേ നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത്? ധനകാര്യത്തിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല ഇപ്പോഴും. ധനകാര്യത്തിന്റെ കാര്യത്തിൽ തന്നെയാണ് ഏറ്റവും ഉറ്റുനോക്കപ്പെടുന്നത്. നിർമ്മല സീതാരാമൻ ഈ ചുമതലയിൽ നിന്ന് മറ്റൊരു ചുമതലയിലേക്ക് മാറ്റപ്പെടുമോ എന്നുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ പീയൂഷ് ഗോയലും അതുപോലെ തന്നെ അശ്വിനി വൈഷ്ണവിൻ്റെ ഒക്കെ തന്നെ അവിടെ പരിഗണിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഈ സർക്കാരിൻ്റെ മന്ത്രിമാരുടെ കാര്യം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ തന്നെ 19 സീനിയർ മന്ത്രിമാർ കഴിഞ്ഞ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നവരാണ്. അപ്പോൾ സർക്കാർ ഈ കഴിഞ്ഞ സർക്കാർ എവിടെ നിർത്തിയോ അവിടെ നിന്ന് തന്നെ തുടങ്ങുന്നു എന്നുള്ള ഒരു പ്രതീതിയാണ് ഈ ക്യാബിനറ്റ് മന്ത്രിമാർക്ക് വകുപ്പുകൾ അലോട്ട് ചെയ്യുമ്പോൾ. കൂടുതൽ ഡീറ്റെയിൽസ് ഒരു നിമിഷം തുടരുക പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ശരത്ത് തുടരുക. ഇപ്പോൾ എല്ലാ വകുപ്പുകളുടെയും ഏകദേശ സൂചനകൾ വന്നു കഴിഞ്ഞു. പ്രധാന വകുപ്പുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ വകുപ്പുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. സുപ്രധാന വകുപ്പുകളിൽ മാറ്റമില്ല. അമിത്ഷാ ആഭ്യന്തര വകുപ്പ്, രാജ്നാഥ് സിംഗ് പ്രതിരോധം, നിർമ്മല സീതാരാമൻ ധനകാര്യം, S ജയശങ്കർ വിദേശകാര്യ വകുപ്പും കൈകാര്യം ചെയ്യും. നിതിൻ ഗഡ്കരി ഉപരിതല ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്യും. ശിവരാജ് സിംഗ് ചൗഹാനായിരിക്കും കൃഷി വകുപ്പ് മന്ത്രി. ആരോഗ്യ വകുപ്പ് മന്ത്രിയെ
JP നദ്ദയുണ്ടാവും. ധനകാര്യ വകുപ്പിലും മാറ്റമില്ല. നിർമ്മലാ സീതാരാമൻ തന്നെ പ്രതിരോധ വകുപ്പ് രാജ്നാഥ് സിംഗ് തന്നെ കൈകാര്യം ചെയ്യും. ആഭ്യന്തര വകുപ്പ് അമിത്ഷാ തന്നെ കൈകാര്യം ചെയ്യും. കഴിഞ്ഞ സർക്കാരിൻ്റെ അതേ പോർട്ട്ഫോളിയോ ഏറ്റവും മുതിർന്ന മന്ത്രിമാർക്ക്, ക്യാബിനറ്റ് മന്ത്രിമാർക്ക് അതേ വകുപ്പുകൾ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് മോദിയുടെ മൂന്നാം ഊഴം. അമിത്ഷാ ആഭ്യന്തര വകുപ്പ് തന്നെ കൈകാര്യം ചെയ്യും. നേരത്തെ അമിത്ഷാ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തതിൽ TDPയിലും JDUയിലും ഒക്കെ വലിയ ആശങ്കകൾ ഉണ്ടായിരുന്നു. ഉപരിതല ഗതാഗതത്തിൽ കഴിഞ്ഞ തവണ നിതിൻ ഗഡ്കരിയുടെ മിന്നുന്ന പ്രകടനമായിരുന്നു. ഭാരത്മാല പദ്ധതിയിൽ ഉൾപ്പെടുത്തി അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ മാറ്റമാണ് നിതിൻ ഗഡ്കരി കൊണ്ടുവന്നത്. ഇത്തവണയും ഭാരത്മാല നാഷണൽ ഹൈവേയിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച നിതിൻ ഗഡ്കരി ആ വകുപ്പ് തന്നെ നിലനിർത്തുന്നു. പുതുതായിട്ടെത്തിയവരിൽ JP നദ്ദയ്ക്ക് ആരോഗ്യ വകുപ്പും ശിവരാജ് സിംഗ് ചൗഹാനും പ്രതീക്ഷിച്ചതുപോലെ തന്നെ കൃഷി വകുപ്പും ലഭിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നരേന്ദ്രമോദി സർക്കാരിലെ പ്രധാനപ്പെട്ട വകുപ്പുകളുടെ കാര്യത്തിൽ തീരുമാനമാവുന്നു. ഇനി നമ്മൾ കാത്തിരിക്കുന്നത് പ്രധാനമായും സുരേഷ് ഗോപിയുടെയും ജോർജ് കുര്യൻ്റെയും വകുപ്പുകൾ ഏതൊക്കെയായിരിക്കും, ഏതൊക്കെ വകുപ്പുകളിലെ സഹമന്ത്രിമാരായിരിക്കും ചുമതലയേൽക്കുക സുരേഷ് ഗോപിയും ജോർജ് കുര്യനും എന്നുള്ളതാണ്. ആരോഗ്യവകുപ്പ് JP നദ്ദയ്ക്ക് 2014-19 മോദിയുടെ ആദ്യ സർക്കാരിൽ ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് JP നദ്ദയാണ്. ശിവരാജ് സിംഗ് ചൗഹാന് കൃഷി വകുപ്പാണ്. മധ്യപ്രദേശിൽ നിന്ന് മിന്നും വിജയം നേടി വന്ന വിദിഷയിൽ നിന്ന് 7 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലെത്തിയ ശിവരാജ് സിംഗ് ചൗഹാൻ മധ്യപ്രദേശിനെ മറ്റൊരു ഗുജറാത്താക്കി മാറ്റുന്നതിൽ നിർണായകമായി പങ്കുവഹിച്ച ശിവരാജ് സിംഗ് ചൗഹാന് കൃഷി വകുപ്പ് കൊടുത്തു. JDU കൃഷി വകുപ്പ് ആവശ്യപ്പെട്ടിരുന്നു. പ്രത്യേകിച്ച് കർണാടകയിൽ JDUവിൻ്റെ ഒരു പ്രധാന ആവശ്യങ്ങളിലൊന്നായിരുന്നു കൃഷി വകുപ്പ്. പക്ഷേ ശിവരാജ് സിംഗ് ചൗഹാനാണ് കൃഷി വകുപ്പ് ലഭിച്ചിരിക്കുന്നത്. മനോഹർലാൽ ഖട്ടറിന് നഗരവികസനവും അശ്വിനി വൈഷ്ണവിന് റെയിൽവേ വകുപ്പുമാണ് ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ റെയിൽവേ വകുപ്പിൽ കാര്യമായ മാറ്റം കൊണ്ടുവന്ന അശ്വിനി വൈഷ്ണവിന് തന്നെ റെയിൽവേ വകുപ്പ് ലഭിക്കുന്നു. ജിതിൻ റാം മാഞ്ചിക്ക് MSMEയുടെ ചുമതലയാണ് നൽകുക. മീഡിയം സ്കെയിൽ എന്റർപ്രൈസുകളുടെ ചുമതലയാണ് നൽകുന്നത്. ക്യാബിനറ്റ് മന്ത്രിയാണ് ജിതിൻ റാം മഞ്ചിയും ഹിന്ദുസ്ഥാനി അവാമി മോർച്ചയുടെ പ്രതിനിധിയാണ്. ബീഹാറിൽ നിന്ന് ഉള്ള പ്രതിനിധിയാണ് ജിതിൻ റാം മഞ്ചി. മുഖ്യമന്ത്രിയായിരുന്നു ബീഹാറിൽ ഒരു കാലത്ത്. ഇപ്പോൾ ജിതിൻ റാം മഞ്ചിയുടെയും വകുപ്പിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. പ്രേക്ഷകരെ നിങ്ങൾ തുടരുക. ഓരോ മന്ത്രിമാരുടെയും പ്രധാനപ്പെട്ട വകുപ്പുകളെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് കീ പോർട്ട്ഫോളിയോസസ് അഥവാ ഏറ്റവും സുപ്രധാനമായ വകുപ്പുകൾ ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ മോദി സർക്കാരിലെ പ്രധാനപ്പെട്ട മന്ത്രിമാർക്ക്, ക്യാബിനറ്റ് മന്ത്രിമാർക്ക് തന്നെ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നിർമ്മലാ സീതാരാമൻ തന്നെയാണ് ധനകാര്യം കൈകാര്യം ചെയ്യുക. രാജ്നാഥ് സിംഗ് ആണ് പ്രതിരോധം കൈകാര്യം ചെയ്യുക. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് അമിത്ഷാ ആയിരിക്കും. ഉപരിതല ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്യുന്നതാവട്ടെ നിതിൻ ഗഡ്കരി ആയിരിക്കും. ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്നത് JP നദ്ദയായിരിക്കും. കൃഷി വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ശിവരാജ് സിംഗ് ചൗഹാനുമായിരിക്കും. എന്തായാലും അശ്വിനി വൈഷ്ണവിന് റെയിൽവേയും കിട്ടിയിരിക്കുന്നു. ജിതിൻ റാം മഞ്ചിക്ക് MSMEയും ലഭിച്ചിരിക്കുന്നു. നമുക്കൊപ്പം ശരത് കെ ശശി തുടരുന്നുണ്ട്. ശരത് കെ ശശി, ഒരു തരത്തിലുള്ള മാറ്റവും വരുത്തിയിട്ടില്ലെന്ന് മാത്രമല്ല, ശിവരാജ് സിംഗ് ചൗഹാന് നേരത്തെ സഖ്യകക്ഷികൾ ഉന്നയിച്ചിരുന്ന പ്രധാനപ്പെട്ട ചില വകുപ്പുകളാണ്. നഗരാസൂത്രണം വേണം എന്നാവശ്യപ്പെട്ടിരുന്നു. അത് TDPയുടെയും ഒരു പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു. പക്ഷേ അത് മനോഹർലാൽ ഖട്ടർ നൽകുന്നു. ഇപ്പോൾ കൃഷി വകുപ്പിന്റെ കാര്യത്തിൽ നേരത്തെ JDU ഒരു താല്പര്യം ഉന്നയിച്ചിരുന്നു. കായിക മേഖല ഇപ്പോൾ വരുന്നത്, ഏറ്റവും ഒടുവിൽ വരുന്നത് കായിക മേഖലയിൽ ചിരാഗ് പാസ്വാൻ, LJPയുടെ ചിരാഗ് പാസ്വാനാണ് കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് എന്ന വാർത്തയും പുറത്തേക്ക് വരുന്നു. ശരത്ത്, നോക്കൂ, സഖ്യകക്ഷികളുടെ ആവശ്യങ്ങളൊന്നും വകുപ്പുകളിൽ BJP ഗൗനിച്ചിട്ടില്ല. BJPയുടെ വകുപ്പുകൾ, പ്രധാനപ്പെട്ട വകുപ്പുകൾ BJP തന്നെയാണ് കൈവശം വയ്ക്കുന്നത്. കൃഷിയിലും നഗരാസൂത്രണവും സഖ്യകക്ഷികൾ ആവശ്യപ്പെട്ടതാണ്. പക്ഷേ അത് മനോഹർലാൽ ഖട്ടറിനും ഒപ്പം തന്നെ ശിവരാജ് സിംഗ് ചൗഹാനും കൊടുക്കുന്നു. എന്താണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശരത് കെ ശശി? അരുൺകുമാർ, ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായി പറയേണ്ടുന്ന ഒരു കാര്യം ശിവരാജ് സിംഗ് ചൗഹാന് കൃഷി വകുപ്പ് നൽകിയതുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം, ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി നേരിടാൻ വേണ്ടി പോകുന്നത് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ഉയരാൻ വേണ്ടി പോകുന്ന വലിയ സമരങ്ങളുമായി ബന്ധപ്പെട്ടാണ്. രണ്ടാം മോദി മന്ത്രിസഭയെ ഏറെ വെള്ളം കുടിപ്പിച്ചത് കർഷക സമരങ്ങളായിരുന്നു. ആ കർഷക സമരങ്ങൾ നടന്നിട്ടുള്ള രാജസ്ഥാനിലും ഹരിയാനയിലും ഒക്കെ വലിയ തോതിൽ BJPക്ക് തിരിച്ചടിയും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെയാണ് BJPയുടെ ഏറ്റവും സൗമ്യമുഖമായ ശിവരാജ് സിംഗ് ചൗഹാനെ BJP ആ പദവി ഏൽപ്പിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ തന്ത്രപരമായി നയത്തിൽ കാര്യങ്ങളെയൊക്കെ തന്നെ, സർക്കാർ നയങ്ങളൊക്കെ തന്നെ നടപ്പാക്കാൻ വേണ്ടി പറ്റുന്ന ആളാണ്. നല്ല ഡിപ്ലോമസി ഉള്ള ഒരു നേതാവാണ്. ഈ മാറിയ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ കർഷകരൊക്കെ തന്നെ വലിയ തോതിൽ BJPക്കെതിരെ ഒരു ബ്ലോക്കായി നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനടക്കം അണിനിരക്കുന്ന ഒരു സാഹചര്യത്തിൽ ശിവരാജ് സിംഗ് ചൗഹാൻ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ വകുപ്പിന്റെ ഗ്ലാമർ എന്നതിനും അപ്പുറത്തേക്ക് അത്തരമൊരു നേതാവ് തന്നെയാണ് ഈ വകുപ്പ് കൈകാര്യം ചെയ്യാൻ ഏറ്റവും ഉചിതമെന്ന് BJP വിലയിരുത്തിയിട്ടുണ്ടാകും. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഏതായാലും ഈ രീതിയിൽ
ശിവരാജ് സിംഗ് ചൗഹാന് ഒരു പരിഗണന ലഭിച്ചിരിക്കുന്നത്. ശ്രദ്ധേയമായ കാര്യം സിവിൽ ഏവിയേഷൻ മന്ത്രാലയം റാംമോഹൻ നായിഡുവിന് നൽകി എന്നുള്ളതാണ്. ഈ മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയാണ് റാംമോഹൻ നായിഡു. TDPയുടെ റാംമോഹൻ നായിഡുവിന് വെറും 38 വയസ്സാണ് പ്രായം. കഴിഞ്ഞ തവണ ഹർദീപ് സിംഗ് പുരി കൈകാര്യം ചെയ്തിരുന്ന വകുപ്പാണ്. ഹർദീപ് സിംഗ് പുരിക്ക് ശേഷം ഈ വകുപ്പ് ഏറ്റവും പ്രായം കുറഞ്ഞ ക്യാബിനറ്റ് മന്ത്രിക്ക് ലഭിക്കുന്നുവെന്ന പ്രത്യേകത കൂടിയുണ്ട്, അല്ലേ ശരത്? അതെ, ജ്യോതിരാദിത്യ സിന്ധ്യ അതുപോലെ തന്നെ ഹർദീപ് സിംഗ് പുരി ഇവരെയൊക്കെ കൈകാര്യം ചെയ്ത വകുപ്പാണ്. അത് ഘടകകക്ഷിക്ക് നൽകുന്നു, അതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു മന്ത്രിക്ക് നൽകുന്നു. വ്യോമയാന മേഖലയുമായി ബന്ധപ്പെട്ട് പോലും പലതരത്തിലുള്ള സങ്കീർണതകൾ ഉടലെടുക്കുന്ന ഒരു സാഹചര്യം. അവിടെ TDPയുടെ ഒരു മന്ത്രിയെ ആ ചുമതല ഏൽപ്പിക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. TDPക്ക് ഏതായാലും ഏറെ നിർണായകമായ ഒരു പോർട്ട്ഫോളിയോ ലഭിച്ചിരിക്കുന്നു. TDP മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങൾ, ആ വകുപ്പുകൾ സംബന്ധിച്ചിട്ടുള്ള വിവിധ ആവശ്യങ്ങൾ TDP അമരാവതിയിലേക്ക് കൂടുതൽ വിമാനങ്ങൾ വരും. അമരാവതിയിൽ നിന്ന് കൂടുതൽ വിമാനങ്ങൾ പറന്നുയരുകയും ചെയ്യും. TDPയുടെ ആഗ്രഹം പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് ലഭിച്ചു. പക്ഷേ അവർ ആവശ്യപ്പെട്ടത് നഗരാസൂത്രണം അടക്കമുള്ള വകുപ്പുകൾ അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ആ വകുപ്പുകൾ കിട്ടിയില്ല. ധനകാര്യമടക്കമുള്ള വകുപ്പുകൾ ഉണ്ടായിരുന്നു. അതൊന്നും പക്ഷേ നേരത്തെ തന്നെ ലഭിക്കില്ല എന്നറിഞ്ഞിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ശരത്ത് തുടരണം. നമുക്കൊപ്പം അതിഥികൾ കൂടിയുണ്ട്. നമുക്ക് ഓരോ വകുപ്പുകൾ വരുമ്പോൾ ഞാൻ ശരത്തിലേക്ക് എത്താം. ഓരോ വകുപ്പുകളും എങ്ങനെയാണ് വിഭജിച്ചിരിക്കുന്നത് എന്നതിൻ്റെ കൗതുകമാണ്. സഖ്യകക്ഷികൾക്ക് കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പിൽ ഒന്ന് വ്യോമയാനമാണ്. പിന്നെ ഒന്ന് കൊടുത്തിരിക്കുന്നത് ജിതിൻ റാം മഞ്ചിക്ക് MSMEയും ചിരാഗ് പാസ്വാന് കായിക വകുപ്പുമാണ്. ഇതുവരെ പുറത്തു വന്നിരിക്കുന്നതിൽ ഘടകകക്ഷികൾക്ക് കൊടുത്തിരിക്കുന്ന 3 ശ്രദ്ധേയമായ വകുപ്പുകൾ. ഒന്ന് ജിതിൻ റാം മഞ്ചി, ഹിന്ദുസ്ഥാനി അവാമി മോർച്ചയുടെ ജിതിൻ റാം മഞ്ചിക്ക് കൊടുത്തിരിക്കുന്നത് MSMEയുടെ വകുപ്പാണ്. ചിരാഗ് പാസ്വാന് കൊടുത്തിരിക്കുന്നത് കായിക വകുപ്പാണ്. റാംമോഹൻ നായിഡു TDP വ്യോമയാനമാണ്. പീയൂഷ് ഗോയലിന് വ്യവസായ വകുപ്പ് കൂടി നൽകുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. ലിസ്റ്റുകൾ ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ശ്രദ്ധേയമായത് എല്ലാ പ്രധാനപ്പെട്ട വകുപ്പുകളും BJP തന്നെയാണ് കൈവശം വെച്ചിരിക്കുന്നത്. അതിൽ പീയൂഷ് ഗോയലിന് വ്യവസായം ലഭിച്ചിരിക്കുന്നു. റാംമോഹൻ നായിഡു TDPക്ക് വ്യോമയാനം ലഭിച്ചിരിക്കുന്നു. ചിരാഗ് പാസ്വാൻ LGPക്ക് കായിക വകുപ്പ് ലഭിച്ചിരിക്കുന്നു. ജിതിൻ റാം മഞ്ചിക്ക് MSME വകുപ്പും ലഭിച്ചിരിക്കുന്നു. വാർത്താവിതരണ വകുപ്പിന്റെ ചുമതലയും അശ്വിനി വൈഷ്ണവിനാണ് എന്ന സൂചന കൂടി ഇപ്പോൾ എത്തുന്നു. അശ്വിനി വൈഷ്ണവ വാർത്താവിതരണവും ഒപ്പം റെയിൽവേയും കൈകാര്യം ചെയ്യും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വളരെ സുപ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം തന്നെ BJP ആണ് കൈകാര്യം ചെയ്യുക. പക്ഷേ വ്യോമയാന വകുപ്പ് TDPക്ക് വിട്ടുകൊടുക്കുകയാണ് BJP. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ തുടരുക. നമുക്ക് ഓരോ വകുപ്പുകളായി വിവരം ലഭിക്കുന്നതനുസരിച്ച് പ്രേക്ഷകരിലേക്ക് നിങ്ങൾ അപ്ഡേറ്റ്. ധർമ്മേന്ദ്ര പ്രധാനാണ് വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുക. ധർമ്മേന്ദ്ര പ്രധാന് വിദ്യാഭ്യാസ വകുപ്പാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. BJP ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈവശം വയ്ക്കുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസ വകുപ്പാണ് കൈകാര്യം ചെയ്യുക. നേരത്തെ രമേശ് പൊഖ്രിയാലടക്കം കൈവശം വെച്ചിരുന്ന വകുപ്പാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ്. ഹ്യൂമൻ റിസോഴ്സ് വകുപ്പ്, മാനവ വിഭവശേഷി വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ഇനി ധർമ്മേന്ദ്ര പ്രധാനാണ്. കഴിഞ്ഞ തവണയും ധർമ്മേന്ദ്ര പ്രധാൻ ഇതേ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നു. ഞാൻ ശരത് കെ ശശിയിലേക്കും മറ്റതിഥികളിലേക്കും എത്താം. അതിനു മുൻപ് ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇവയാണ്. സാധാരണക്കാരെ കൂടെ നിലനിർത്താൻ ശോഭമങ്ങിയ ജയത്തിനൊടുവിൽ മോഡി കൂട്ടാൻ മോദി സർക്കാർ എന്തൊക്കെ ചെയ്യും എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഒപ്പം ഭരണത്തിൻ്റെ ആദ്യ ദിനങ്ങളിൽ തന്നെ കാര്യമായ പ്രഖ്യാപനങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. മന്ത്രിസഭാ യോഗത്തിൽ അത്തരം ചർച്ചകൾ സ്വാഭാവികമായും ചർച്ച ചെയ്തു. ജനകീയ പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാണ് വരും ദിവസങ്ങളിൽ എന്നാണ് അറിയേണ്ടത്. ഇന്ന് അധികാരമേറ്റ ശേഷം ആദ്യം ഒപ്പുവെച്ച ഫയൽ കർഷകക്ഷേമ പദ്ധതിയായ പ്രധാനമന്ത്രിയുടെ കിസാൻ നിധിയുമായി ബന്ധപ്പെട്ടാണ്. കിസാൻ നിധിയുടെ 17ാം ഗഡു വിതരണം ചെയ്യാൻ ഏകദേശം 20,000 കോടിയാണ് ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നത്. 9.3 കോടി കർഷകർക്ക്, 9,30,00,000 കർഷകർക്കാണ് ഇതുകൊണ്ടുള്ള പ്രയോജനം ലഭിക്കുക. ഹിന്ദി ഹൃദയഭൂമിയിൽ തിരിച്ചടിയായതിൽ കർഷക സമരവും പ്രധാന ഘടകമാണ് എന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ കർഷകരെ ഒപ്പം നിർത്താൻ ഇനി എന്ത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഒപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ ആവാസ് യോജനയിൽ 3 കോടി വീടുകൾ കൂടി നിർമ്മിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. തൊഴിലില്ലായ്മ, പണപ്പെരുപ്പം എന്ന് തുടങ്ങി നീറ്റ് പരീക്ഷാ ക്രമക്കേട് ഉൾപ്പെടെ നിരവധി വെല്ലുവിളികളാണ് ഇനി ഈ സർക്കാരിനെ കാത്തിരിക്കുന്നത്. എന്തായിരിക്കും തുടർ നടപടികൾ? വെല്ലുവിളികൾ എങ്ങനെ മറികടക്കുമെന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ആഭ്യന്തരം, ധനകാര്യം, പ്രതിരോധം ഉൾപ്പെടെ പ്രധാന വകുപ്പുകൾ BJPക്ക് തന്നെയായിരിക്കുന്നു. എന്നാൽ മുതിർന്ന നേതാക്കൾക്ക് പഴയ വകുപ്പുകൾ തുടരുമോ എന്ന ചോദ്യം ഇനി അവശേഷിക്കുന്നില്ല. പ്രധാന വകുപ്പുകൾ വേണമെന്നുള്ള JDUവിൻ്റെയും TDPയുടെയും ആവശ്യം ഈ ഘട്ടത്തിൽ പരിഗണിച്ചിട്ടില്ല. വ്യോമയാന വകുപ്പും കായിക വകുപ്പും നിലവിൽ വിവരം ലഭിക്കുന്നതനുസരിച്ച് MSME വകുപ്പുകളുമാണ് നൽകിയിരിക്കുന്നത്. കുമാരസ്വാമിയുടെ വകുപ്പ് ഏതാണ് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. മോഡി കൂട്ടാൻ എന്തൊക്കെ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ജനകീയ പ്രഖ്യാപനങ്ങൾ വരുമോ? കർഷകരെ ഒപ്പം നിർത്താൻ എന്ത് പദ്ധതികൾ? വെല്ലുവിളികൾ എങ്ങനെ മറികടക്കും? പ്രധാന
വകുപ്പുകൾ ആർക്കൊക്കെയാകും? ഘടകകക്ഷികൾ സമ്മർദ്ദം ചെലുത്തുന്നത് തുടരുമോ? സുരേഷ് ഗോപിയുടെയും NCP അജിത് പവാറിന്റെയും ഏക്നാഥ് ഷിൻഡെയുടെയും അതൃപ്തി ഈ സർക്കാർ എങ്ങനെ മറികടക്കും എന്നിവയാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. അതിഥികളിലേക്ക് എത്താം. അതിനു മുമ്പ് ഒരു ചെറിയ ഇടവേള. ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ മണിക്കൂറിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ മൂന്നാം ഊഴത്തിലെ പ്രധാനപ്പെട്ട വകുപ്പുകളുടെ വിഭജനത്തിന്റെ വാർത്തയാണ്. എല്ലാ പ്രധാനപ്പെട്ട വകുപ്പുകളും BJP കൈവശം വയ്ക്കുന്നു. TDPക്ക് വ്യോമയാന വകുപ്പ് നൽകുന്നു, ജിതിൻ റാം മഞ്ജിക്ക് MSME വകുപ്പ് നൽകുന്നു, ചിരാഗ് പാസ്വാന് കായിക വകുപ്പ് നൽകുന്നു. ബാക്കി വകുപ്പുകളെല്ലാം BJP തന്നെ കൈവശം വയ്ക്കുന്നു. പ്രധാന വകുപ്പുകളിൽ മാറ്റമില്ല. രണ്ടാം മോദി സർക്കാരിലെ അതേ വകുപ്പുകൾ തന്നെ ഏറ്റവും മുതിർന്ന നേതാക്കൾക്ക് ലഭിക്കുകയും ചെയ്തു. ഒരു ഇടവേളയ്ക്ക് ശേഷം തുടരാം. നമുക്ക് അതിഥികൾ ചേരുന്നു. നമുക്കൊപ്പം നരേന്ദ്രമോദിയുടെ മൂന്നാം ഊഴം മന്ത്രിമാരുടെ വകുപ്പുകൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ പ്രധാനപ്പെട്ട വകുപ്പുകളും BJP തന്നെ കൈകാര്യം ചെയ്യുമ്പോൾ TDPക്ക് വ്യോമയാന വകുപ്പ് ലഭിക്കുന്നു. നമ്മൾ അതിഥികൾ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. BJP പ്രതിനിധി ശിവശങ്കർ, കോൺഗ്രസ് പ്രതിനിധി റിജിൽ മാക്കുറ്റി, ഒപ്പം മോഹൻ വർഗീസ് നിരീക്ഷകനും നമുക്കൊപ്പം ചേരുന്നു. എല്ലാ അതിഥികൾക്കും സ്വാഗതം. വെരി ഗുഡ് ഈവനിങ്. കൺഗ്രാറ്റുലേഷൻസ് ശിവശങ്കർ. വളരെ അഭിമാനകരമായ ഒരു നിമിഷത്തിലാണ് ശിവശങ്കർ ഈ ചർച്ചയിൽ ഇപ്പോൾ പങ്കെടുക്കുന്നത്. കേരളത്തിന് 2 മന്ത്രിമാർ, നരേന്ദ്രമോദിയുടെ മൂന്നാം ഊഴം, പ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിമാർ അതേ വകുപ്പുകൾ കൈകാര്യം ചെയ്തു എന്നുള്ളത് ആ മന്ത്രിമാരുടെ പെർഫോമൻസിനുള്ള അംഗീകാരമായി തന്നെ നമ്മൾ കണക്കാക്കുന്നു. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന മന്ത്രിസഭാ വകുപ്പുകളിൽ താങ്കൾക്ക് എന്താണ് അഭിപ്രായം? താങ്കളുടെ ഫസ്റ്റ് ടേക്ക് എന്താണ്? നോക്കൂ അരുൺ, ഈ മന്ത്രിസഭയും ഈ മോഡി മന്ത്രിസഭയുടെ മൂന്നാം മന്ത്രിസഭയും ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ പുതിയ തീരുമാനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ മന്ത്രിസഭയുടെ തുടർച്ച തന്നെയാകുന്നു എന്നുള്ളതാണ്. അത് ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെയാണെങ്കിൽ ഇപ്പോൾ എല്ലാ മന്ത്രിമാരും, പ്രധാനപ്പെട്ട മന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ, പ്രത്യേകിച്ച് CCCയിലെ എല്ലാവരും ആ പോർട്ട്ഫോളിയോ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ കർഷകർക്കുള്ള പെൻഷൻ, അത് ഉള്ള ആദ്യത്തെ കർഷകർക്കുള്ള പെൻഷൻ ആദ്യമായിട്ട് നൽകാനുള്ള ഫയൽ ഒപ്പിടുന്നു. അതുപോലെ പുതിയതായിട്ട് 3 കോടി വീടുകൾ ആണ് പുതിയതായിട്ട് ക്യാബിനറ്റ് ആദ്യം സൈൻ ചെയ്ത സെക്കൻഡ് ഓർഡർ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ സർക്കാരിന്റെ തുടർച്ച തന്നെയാണ്. അതല്ലെങ്കിൽ കഴിഞ്ഞ സർക്കാർ ചെയ്തു വെച്ച കാര്യങ്ങളുടെ ഒരു ഇമ്മീഡിയറ്റ്, അല്ലാണ്ട് അതിനെ ഒരു കർഷകരുടെ പ്രശ്നങ്ങൾ നേരിടുവാനുമായിട്ടുള്ള ഒരു ശ്രമം അങ്ങനെയൊന്നും കാണേണ്ടതില്ല. കഴിഞ്ഞ സർക്കാരിന്റെ തുടർച്ച, കഴിഞ്ഞ സർക്കാരും കർഷകർക്ക് പെൻഷൻ നൽകിയിരുന്നു. അതുപോലെ തന്നെ വീട് PMA രണ്ട് രീതിയിൽ നമുക്ക് കണ്ടുകൂടെ? കഴിഞ്ഞ തവണ അയോധ്യ രാമക്ഷേത്രം 370 തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചായിരുന്നു പ്രധാനമന്ത്രി ആദ്യ ക്യാബിനറ്റ് ബ്രീഫിംഗിൽ സംസാരിച്ചതെങ്കിൽ ഇപ്പോൾ ജനവിഷയങ്ങളിൽ തൊടുന്നു എന്നുള്ളൊരു മാറ്റം അത് കാണാതിരിക്കാൻ കഴിയുമോ ശിവശങ്കർ? അല്ല അരുൺ, അത് ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു കർഷക പെൻഷൻ ഉടനെ ഈ ആഴ്ച തന്നെ കൊടുക്കേണ്ടതായിട്ടുണ്ടായിരിക്കാം. അതിന്റെ ടൈം ആയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫസ്റ്റ് അത് സൈൻ ചെയ്തത്. അതല്ലെങ്കിലും തീർച്ചയായിട്ടും മറ്റ് വിഷയങ്ങളല്ല ഇത് തന്നെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൽ ഇത് നേരത്തെ എനിക്കുള്ള നിങ്ങളുടെ ലേഖകൻ പറഞ്ഞ പോലെ എവിടെ നിർത്തിയോ അവിടെ തുടങ്ങുന്നു ഈ സർക്കാർ എന്നുള്ളതാണ് അതിന് കറക്റ്റ് ആപ്റ്റായിട്ടുള്ള വാചകം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു നിമിഷം തുടരണം. വെരി ഗുഡ് ഈവനിങ്. എവിടെ നിർത്തിയോ അവിടെ തുടങ്ങുന്നു സർക്കാർ. നരേന്ദ്രമോദിയുടെ മൂന്നാം ഊഴം ടീമിന്റെ ഇതുവരെയുള്ള വകുപ്പുകൾ പുറത്തു വരുന്നു. സുരേഷ് ഗോപിക്ക് ഇപ്പോൾ സാംസ്കാരിക ടൂറിസം വകുപ്പാണ് ലഭിച്ചിരിക്കുന്നത്. എവിടെ നിർത്തിയോ അവിടെ തുടരുന്നു എന്നതാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതല്ല മാറ്റങ്ങളോടുകൂടി തുടരേണ്ടി വരും എന്നതാണോ മനസ്സിലാക്കേണ്ടത്? റിജിൽ മാക്കുറ്റി. ശ്രീ അരുൺകുമാർ, യഥാർത്ഥത്തിൽ ഈ ഗവൺമെൻറ് അധികാരത്തിലേറിയത് ഇന്ന് പുതിയ മന്ത്രിമാർക്ക് വകുപ്പുകൾ പ്രഖ്യാപിച്ച് മുമ്പോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന രൂപത്തിലേക്ക് ഈ ഗവൺമെൻറ് മുമ്പോട്ട് പോകുന്നത് സംബന്ധിച്ച് ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. അങ്ങനെ മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. കാരണം ഈ സർക്കാരും നരേന്ദ്രമോദിയുടെ പ്രധാനപ്പെട്ട അജണ്ട എന്നുള്ളത് എന്താണെന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി ബോധ്യമായിട്ടുണ്ട്. കർഷകരുടെയോ വിഷയങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ വിലക്കയറ്റത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നാട് അനുഭവിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ചായിരുന്നില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനകത്ത് നരേന്ദ്രമോദിയും BJPയും നടത്തിയിട്ടുള്ള പ്രചാരവേല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ആ പ്രചാരവേലക്ക് കടുത്ത രൂപത്തിലുള്ള ശക്തമായ രൂപത്തിലുള്ള പ്രതിഷേധം രാജ്യത്തെ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ളത് കൊണ്ടാണ് 400 സീറ്റ് എന്ന് പറഞ്ഞ് 400 മോദി ഗ്യാരണ്ടി 400 ആണല്ലോ, ആ 400-ൽ നിന്ന് ഇന്ന് അവർ 292 സീറ്റിലേക്ക് എത്തുകയും 240 സീറ്റ് BJP നേടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായതിൻ്റെ കാരണം എന്താണെന്ന് വളരെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അതുകൊണ്ട് ഇപ്പോൾ പ്രഖ്യാപിക്കുന്നതായിരിക്കില്ല ഈ മോദിയും അതോടൊപ്പം തന്നെ ഈ ഗവൺമെൻറ് ചെയ്യാൻ പോകുന്നത്. അവർ വീണ്ടും ആ വർഗീയ അജണ്ടയിലേക്ക് തന്നെ പോകുമെന്ന സംബന്ധിച്ച് ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. അങ്ങനെ ഏതെങ്കിലും കാക്കയുടെ പുള്ളി അങ്ങനെ മാറുമെന്ന് ചോദിച്ചാൽ ഇവർക്ക് അങ്ങനെ മാറ്റാൻ സാധിക്കില്ല. കാരണം ഇവരുടെ അജണ്ട, പ്രഖ്യാപിത അജണ്ട വർഗീയതയും BJPയുടെ DNA-യിലുള്ളതാണ് എന്നാണ് റിജിൽ മാക്കുറ്റി പറയുന്നത്.
മാക്കുറ്റി ഒരു നിമിഷം തുടരണം. ഞാൻ ഒന്നുകൂടി ഒന്ന് ശിവശങ്കറിലേക്ക് പോരാം. റിജിൽ മാക്കുറ്റി സൂചിപ്പിച്ചതുപോലെ ഇവർക്ക് അതേപടി തുടരാനാവില്ല. ആ കാക്കപ്പുള്ളി ഒന്നും അത്ര പെട്ടെന്ന് മായ്ച്ചു കളയാൻ കഴിയില്ല എന്നുള്ളതാണ്. പക്ഷേ ചില കണക്കുകൾ പറയുന്നത് കൗതുകമുള്ള കഥയാണ്. ഇപ്പോൾ വകുപ്പ് വിഭജനം നോക്കൂ. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വൈകിയുള്ള വകുപ്പ് വിഭജനമാണ് നടന്നിരിക്കുന്നതെന്നാണ് ചില കണക്കുകൾ പറയുന്നത്. ഉദാഹരണത്തിന് ഒന്നാം മോദി സർക്കാർ അത് 15 മണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കി. അവിടെ BJP-ക്ക് 282 സീറ്റുകൾ ഉണ്ടായിരുന്നു. മറ്റൊന്നും തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. രണ്ടാം സർക്കാരാകുമ്പോഴേക്കും 18 മണിക്കൂർ കൊണ്ട് അത് പൂർത്തിയാക്കുന്നു. മോദി സർക്കാരിന് BJP-ക്ക് 303 സീറ്റുകൾ ഉണ്ടാവുന്നു. പക്ഷേ സഖ്യകക്ഷികൾ സമ്മർദ്ദം ചെലുത്തിയത് കൊണ്ടാണോ ഈ സഹമന്ത്രി സ്ഥാനത്തിലെ വകുപ്പുകളടക്കം ഇത്ര വിഭജനത്തിന് വൈകിയത്? സുരേഷ് ഗോപിക്ക് തന്നെ അതൃപ്തിയുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. NCP-ക്ക് അതൃപ്തിയുണ്ട്, ശിവസേനയ്ക്ക് ഏക്നാഥ് ഷിൻഡെയ്ക്ക് അതൃപ്തിയുണ്ട് തുടങ്ങിയ വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ 24 മണിക്കൂർ എടുത്താണ് മന്ത്രിസഭയിലെ വകുപ്പുകൾ തന്നെ വിഭജനം ചെയ്യാൻ ഈ സർക്കാരിന് സാധിച്ചിരിക്കുന്നത്. എന്തെങ്കിലും സൂചനയാണോ ശിവശങ്കർ? അരുൺ, ഒരു വകുപ്പ് വിഭജനം ഒരു സ്പ്രിന്റ് അല്ലെങ്കിൽ ഒരു മത്സര ഓട്ടം പോലെ നടത്തേണ്ടതാണോ, അതെയോ ഘടകകക്ഷികൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിസൂക്ഷ്മതയോടെ നടത്തേണ്ടതാണോ? അതിന് മറ്റു പല കാരണങ്ങൾ ഉണ്ടാകാം. എനിക്കറിയില്ല ഏതാണ് കാരണമെന്ന് ഞാൻ മനസ്സിലാക്കുക. എനിക്കറിയില്ല, ഇപ്പം അറിയില്ല എന്തുകൊണ്ട് ഡിലേ ആയെന്ന്. എനിക്കും അറിയില്ല, നിങ്ങൾക്കും അറിയില്ല. നമുക്കൊക്കെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളിലേക്ക് വേണേൽ കടക്കാവുന്നേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇതിന് മുൻപുള്ള ആരോപണങ്ങൾ, അരുണിന്റെ അടക്കമുള്ളത്, ഈ സർക്കാർ തിരിച്ചു വരില്ല എന്ന് ഒരു ആരോപണം ഉണ്ടായിരുന്നു. സർക്കാർ തിരിച്ചു വന്നപ്പോൾ നേരത്തെ റിജിൽ മാക്കുറ്റിയൊക്കെ പറഞ്ഞതുപോലെ ഭരണത്തിൽ കയറിയില്ല, ഞങ്ങൾക്ക് വലിയ തിരിച്ചടി നേരിട്ടപ്പോൾ ഇത് ഘടകകക്ഷികളുടെ പിന്തുണയോടെ അധികാരത്തിൽ വരില്ല എന്ന് പറഞ്ഞു. അധികാരത്തിൽ വന്നപ്പോൾ ഇതാ പറയുന്നു നിങ്ങൾക്ക് കൃത്യമായി ഘടകകക്ഷികളുടെ സമ്മർദ്ദം ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഇപ്പൊ ഇതാ സമ്മർദ്ദവുമില്ല. കാരണം എല്ലാ പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോകളും BJP തന്നെ കൈവശം വെച്ചിരിക്കുന്നു. ഒരു ഭരണ തുടർച്ച പോലെ പോകുന്നു. അപ്പോൾ ഒരല്പം സമയം വൈകി എന്നുള്ളത് മാത്രം കണ്ടുപിടിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ത് BJP-ക്കുള്ളിൽ തന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങളും അതൃപ്തിയൊക്കെ ഉള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഒരു കാര്യം സ്ട്രൈറ്റ് ആയിട്ട് ചോദിക്കട്ടെ ശ്രീ ശിവശങ്കർ, കേരളത്തിൽ ആദ്യമായി BJP-ക്ക് വേണ്ടി താമര വിരിയിച്ച സുരേഷ് ഗോപിക്ക് ഒരു ക്യാബിനറ്റ് പദവി താങ്കൾ ആഗ്രഹിച്ചിരുന്നില്ലേ? കേരളം ആഗ്രഹിച്ചിരുന്നില്ലേ? അത് കൊടുക്കാതെ പോയത് അവഗണനയും അനീതിയുമാണോ? അരുൺ, രാഷ്ട്രീയത്തിൽ എല്ലാവർക്കും എല്ലാം ആഗ്രഹിക്കാം, ഒരു സംശയവുമില്ല, ആഗ്രഹിക്കാം. പക്ഷേ ചില പരിമിതികളുണ്ടല്ലോ. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് സുരേഷ് ഗോപി പോലും ക്യാബിനറ്റ് പദവി വന്നാൽ അദ്ദേഹത്തിന്റെ സിനിമ അഭിനയവും ജീവിതവും എല്ലാം ചില പ്രശ്നങ്ങൾ വരും എന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു. തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു, എനിക്ക് ചില മന്ത്രിസഭകളുടെ മന്ത്രിമാരുടെ നിയന്ത്രണം മതി എന്നാണ് അദ്ദേഹം ആദ്യം തന്നെ ആവശ്യപ്പെട്ടിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് മന്ത്രിസഭയിൽ പോലും താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം എനിക്കറിയാം അദ്ദേഹം മമ്മൂട്ടി ഫിലിം കമ്പനിയുടെ അടക്കം ചില സിനിമകളിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അഡ്വാൻസ് മേടിച്ചോ എനിക്കറിയില്ല. അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഇപ്പൊ ഗോകുലം ഫിലിംസിന്റെ ഒക്കെ ആയിട്ട് അദ്ദേഹം ഡിസ്കഷൻ കഴിഞ്ഞു, അല്ലെങ്കിൽ അതിന്റെ മുന്നോട്ട് പോകുന്നു. അപ്പൊ അതൊന്നും അദ്ദേഹത്തിന് പിന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ എങ്കിലും നമുക്കൊരു ക്യാബിനറ്റ് പദവി ആകാമായിരുന്നു അല്ലേ ശിവശങ്കർ? അപ്പൊ ആവണമായിരുന്നെങ്കിൽ ഇപ്പം മറ്റുള്ളവരൊക്കെ ജയിപ്പിക്കണമായിരുന്നു, അതും കൂടെ ചെയ്യണമായിരുന്നല്ലോ. ഇപ്പൊ എല്ലാം സുരേഷ് ഗോപിയുടെ തലയിൽ വെച്ച് BJP സംസ്ഥാന നേതൃത്വത്തിന്റെ കഴിവുകേടാണെന്നാണോ ശിവശങ്കർ സൂചിപ്പിക്കുന്നത്? സംസ്ഥാന നേതൃത്വം ചെയ്യേണ്ടതൊക്കെ ചെയ്തല്ലോ. ഇപ്പൊ രാജീവ് ചന്ദ്രശേഖരന്റെ കാര്യത്തിലായാലും, ശ്രീ V മുരളീധരന്റെ കാര്യത്തിലായാലും, ശ്രീ ശോഭാ സുരേന്ദ്രന്റെ കാര്യത്തിലായാലും അവർ ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞല്ലോ. അപ്പോൾ മാധ്യമങ്ങൾ നിരന്തരം ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങളിലൂടെ, ഇപ്പൊ താങ്കൾ 10 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് 15 ലക്ഷം രൂപ എങ്ങനെയാണ് ഹിന്ദിയിൽ പരിഭാഷ ചെയ്തത് എന്നുള്ള താങ്കൾ തിരുത്തി. ഇതേപോലെ 10 വർഷം കഴിഞ്ഞിട്ട് തിരുത്താത്ത മാധ്യമ പ്രവർത്തകർ, ഞങ്ങളെ പോലുള്ള ഇത്തരം വക്താക്കൾ നിരന്തരം പറഞ്ഞിട്ട് തിരുത്താത്ത ഒരുപാട് പേരുണ്ട്. ഇപ്പൊ താങ്കൾ തിരുത്തി, എനിക്ക് സന്തോഷം. സുരേഷ് ഗോപിയുടെ വകുപ്പ് വന്നിട്ടുണ്ട്, നമ്മുടെ സ്ക്രീനിൽ പ്രേക്ഷകർക്ക് കാണാം. സുരേഷ് ഗോപിക്ക് സാംസ്കാരിക ടൂറിസം വകുപ്പാണ് ലഭിച്ചിരിക്കുന്നത്. പക്ഷേ സ്വതന്ത്ര ചുമതലയുള്ള ഒരു സഹമന്ത്രി ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ സുരേഷ് ഗോപിക്ക് ചെയ്യാമായിരുന്നു. ഇപ്പോൾ ഒരു സഹമന്ത്രിയാണ്. 10 മന്ത്രിമാരെയൊക്കെ തനിക്ക് സ്വാധീനിക്കാൻ കഴിയുമെങ്കിൽ താൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമെന്നൊക്കെ നമ്മളോട് പറഞ്ഞിരുന്നതാണ് സുരേഷ് ഗോപിക്ക്. ആ അർത്ഥത്തിൽ സുരേഷ് ഗോപിയുടെ പ്രവർത്തന മണ്ഡലത്തിന് ഒരു പരിമിതിയാകുമോ ഈ സാംസ്കാരിക ടൂറിസം വകുപ്പിലെ സഹമന്ത്രി സ്ഥാനം ശിവശങ്കർ? ഇതിപ്പോഴും നിങ്ങൾക്ക് നരേന്ദ്രമോദി മന്ത്രിസഭയെയും നരേന്ദ്രമോദിയെയും തിരിച്ചറിഞ്ഞുകൂടാഞ്ഞിട്ടുകൊണ്ടാണ്, അദ്ദേഹത്തെ മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കാത്തത് കൊണ്ടാണ്. ഒരു മന്ത്രിയുടെയോ അല്ലെങ്കിൽ മന്ത്രിസഭയിലെ ഏതെങ്കിലും ഒരു സഹമന്ത്രിയോ മന്ത്രിയോ ആയതുകൊണ്ടോ അല്ലെങ്കിൽ ആകാത്തത് കൊണ്ടോ ആ സംസ്ഥാനത്തിന് പ്രത്യേകിച്ച് നേട്ടങ്ങൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ തടഞ്ഞു വെക്കുമെന്നുള്ളത് ജനാധിപത്യ വിരുദ്ധമായ ചിന്തയാണ്. അത്തരത്തിൽ ചിന്തിക്കുന്നത് തന്നെ ശരിയല്ല. നമുക്ക് നേടേണ്ടത് തന്നെ എല്ലാം കിട്ടിയിരിക്കും. അത് സംസ്ഥാനത്ത് ഭരണം ഉണ്ടായാലും 66 ലക്ഷം വോട്ടുകളാണ് BJP-ക്ക് 2024 ഈ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആ 66 ലക്ഷം വോട്ടുകൾ എവിടെ നഷ്ടപ്പെട്ടു എന്ന തിരിച്ചറിവിലായിരിക്കുമോ മോദിയുടെ മൂന്നാം ഊഴം?
64 ലക്ഷമല്ല, ഞങ്ങൾക്ക് അടുത്തവണ നേടേണ്ടത് വീണ്ടും 400 സീറ്റുകളാണ്. അപ്പോൾ ഈ 66 ലക്ഷത്തിനല്ല ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് BJP ലക്ഷ്യം വെക്കുന്നത് ഏതാണ്ട് 50% വോട്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വിജയിക്കാൻ സാധ്യതയുള്ള 50% എല്ലാ മണ്ഡലത്തിലും സുഗമമായി മറ്റെല്ലാ കക്ഷികളും ഒരുമിച്ച് നിന്നാൽ വിജയിക്കേണ്ട വോട്ടുകൾ കിട്ടി വിജയിക്കുവാനുള്ള ഒരു സമാഹരണം തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. നമുക്കൊപ്പം മോഹൻ വർഗീസ് കൂടി, നിരീക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മോഹൻ വർഗീസ്, നേരത്തെ ഞങ്ങളുടെ പ്രതിനിധി ശരത്ത് പറഞ്ഞതുപോലെ എവിടെ നിർത്തിയോ അവിടെ നിന്ന് തുടങ്ങുകയാണോ മോദിയുടെ മൂന്നാം ഊഴം? അതിൽ തന്നെ ആദ്യം നമ്മൾ കേട്ട ചില അതൃപ്തികൾ, സീറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ചില ആളുകളുടെ നീരസങ്ങളൊക്കെ നമ്മൾ പുറത്തു വന്നു. ഇപ്പോൾ ഏക്നാഥ് ഷിൻഡെ വിഭാഗം ചോദിക്കുന്നത്, നിങ്ങൾ രാംവിലാസ് പാസ്വാന്റെ പാർട്ടിക്ക്, ചിരാഗ് പാസ്വാന്റെ ക്യാബിനറ്റ് പദവി ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് കായിക വകുപ്പാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. 5 MP-മാർ മാത്രമുള്ളൊരു പാർട്ടിക്ക് നിങ്ങൾ ക്യാബിനറ്റ് പദവി കൊടുത്തു. 7 MP-മാരുള്ള ഞങ്ങൾക്ക് നിങ്ങൾ തന്നിരിക്കുന്നത് സഹമന്ത്രി സ്ഥാനം, സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി സ്ഥാനമാണ് എന്നാണ് പറയുന്നത്. പ്രതാപ് റാവു ജാദവിന് നിങ്ങൾ JDU-ന് 2 MP-മാരേ ഉള്ളൂ, നിങ്ങൾ ക്യാബിനറ്റ് സ്ഥാനം കൊടുത്തു. ഹിന്ദുസ്ഥാൻ അവാമി മോർച്ചയ്ക്ക് ജിതിൻ റാം മഞ്ചിയെ നിങ്ങൾ ക്യാബിനറ്റ് പദവിയിലേക്ക് കൊണ്ടുവന്നു, ഒരൊറ്റ MP-യേ ഉള്ളൂ. ഈ കാര്യങ്ങളൊക്കെ ഏകനാഥ് ഷിൻഡെയുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യമുണ്ടാവുന്നു. മറുഭാഗത്ത് NCP അജിത് പവാർ പിണങ്ങി നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടാവുന്നു. പ്രഫുൽ പട്ടേലിൻ്റെ സ്വപ്നം കണ്ട വകുപ്പാണ് ഇപ്പോൾ TDP കൊണ്ടുപോയിരിക്കുന്നത്, നായിഡു കൊണ്ടുപോയിരിക്കുന്നത്. ഇത് തുടക്കത്തിൽ തന്നെ ഒരു കല്ലുകടിയോ നീരസമോ ഉണ്ടെന്ന് നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുമോ? ഈ കൂട്ടുകക്ഷി സർക്കാരിനെ എങ്ങനെ നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് താങ്കൾ കരുതുന്നത്? ശ്രീ മോഹൻ വർഗീസ്, സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിഞ്ഞതിനു ശേഷം. ഡോക്ടർ അരുൺ, ഒരുപിടി സന്ദേശങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി തങ്ങളുടെ സഖ്യകക്ഷികൾക്ക് നൽകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം തന്നെ BJP നിലനിർത്തി. അതുമാത്രമല്ല, മുൻകാലങ്ങളിൽ 17ാം ലോക്സഭയിൽ പ്രമുഖ വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന ധനകാര്യമാകട്ടെ, അതുപോലെ വിദേശകാര്യം, പ്രതിരോധം, ആഭ്യന്തരം, ഈ വകുപ്പുകളെല്ലാം തന്നെ അതത് മന്ത്രിമാർ കൈവശം വെക്കുമ്പോൾ ഒരു നല്ല സന്ദേശം നൽകുകയാണ്. കണ്ടിന്യൂറ്റി. ഇവിടെ വന്നിരിക്കുന്നത് സഖ്യകക്ഷികൾ, ഘടകകക്ഷികളെ എത്രത്തോളം അക്കോമഡേറ്റ് ചെയ്യും, അവർക്ക് സ്വീകാര്യമായ വകുപ്പുകൾ ലഭിക്കുമോ, അവരുടെ മന്ത്രിമാരുടെ എണ്ണം. തെലുങ്കുദേശ പാർട്ടിക്ക് 16 ലോക്സഭാംഗങ്ങളുണ്ട്, കേവലം 2 മന്ത്രിമാരാണ്. അതിൽ ഒരാൾ മാത്രമാണ് ക്യാബിനറ്റ് മന്ത്രി. ചെറുപ്പക്കാരനായ ഒരാളെ ക്യാബിനറ്റ് മന്ത്രി, നായിഡുവിനെ ക്യാബിനറ്റ് മന്ത്രി ആക്കിയിരിക്കുകയാണ്. അത് വ്യോമയാനത്തിൻ്റെ വകുപ്പും കൊടുത്തു. മറ്റേയാൾ സഹമന്ത്രിയാണ്. പക്ഷേ ജിതിൻ റാം മഞ്ചിയുടെ ഹിന്ദുസ്ഥാൻ അവാം പാർട്ടി ഏക MP മാത്രമാണ് ലോക്സഭയിലുള്ളത്, അദ്ദേഹം മാത്രമാണുള്ളത്. അദ്ദേഹത്തിന് മാത്രമായി ക്യാബിനറ്റ് പദവി കൊടുക്കുന്നത് പലപ്പോഴും പല നെറ്റിയും ചൊല്ലിയുന്നു. പക്ഷേ ഓർക്കുക, മഹാദളിത് വിഭാഗത്തിൽപ്പെടുന്നയാളാണ് ശ്രീ മാഞ്ചി. അതുകൊണ്ട് സ്വാഭാവികമായി അതിനകത്തൊരു പ്രതീകാത്മകത അതിനകത്ത് കാണാം. രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാൻ, ലോക് ജനശക്തി പാർട്ടി 5 MP-മാരുണ്ട്. സ്വാഭാവികമായി ഒരു ക്യാബിനറ്റ് റാങ്കിന് അർഹതയുണ്ട്. കേവലം 41 വയസ്സ് മാത്രം പ്രായമുള്ള ചിരാഗ് പാസ്വാന് സ്പോർട്സിന്റെ ചുമതല കൊടുത്തു. അത് ന്യായമായ കാര്യമാണെന്ന് കാണാം. അതുപോലെ അജിത് സിംഗിൻ്റെ മകൻ, ചെറുമകന് ഇവിടെ ഒരു സഹമന്ത്രി പദം മാത്രമാണ് കൊടുത്തിരിക്കുന്നത് രാഷ്ട്രീയ ലോക്ദൾ കക്ഷിക്ക്. അപ്പം ക്യാബിനറ്റ് പദവും അല്ലാത്ത സഹമന്ത്രി പദവും സ്വതന്ത്ര ചുമതലയുള്ള പദവും എല്ലാം തന്നെ വിവിധ അനുപാതങ്ങളിൽ 12 മന്ത്രിമാർക്ക്, ഘടകകക്ഷി മന്ത്രിമാരെ ഉൾപ്പെടുത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇവിടെ പരാതിയും പരിഭവവും ഉണ്ടായിട്ടുള്ളത് മഹാരാഷ്ട്രയിൽ നിന്നാണ്. അതിൽ കല്ലുകടി എന്ന് പറയാവുന്ന ചെറിയൊരു കല്ലുകടി ഉണ്ടായത് ശരത് പവാറിൻ്റെ അനന്തരവൻ അജിത് പവാർ നയിക്കുന്ന പാർട്ടിയാണ് NCP ഷിൻഡെ വിഭാഗം. NCP അജിത് പവാർ വിഭാഗം, ശരത് പവാർ വിഭാഗം. അപ്പോൾ ആ പാർട്ടിക്ക് 1 സീറ്റ് മാത്രമാണ് ലോക്സഭയിലുള്ളത്, അജിത് പവാറിന്റെ കക്ഷിക്ക്. അദ്ദേഹത്തിന് അത് വളരെ ജൂനിയർ ആളാണ്, കൊടുക്കാൻ സാധ്യമല്ല. പ്രഫുൽ പട്ടേലിന് വേണ്ടിയാണ് അവരും ചരട് വലിച്ചത്. പ്രഫുൽ പട്ടേൽ മുൻപ് വ്യോമയാന ചുമതലയുള്ള ക്യാബിനറ്റ് മന്ത്രിയായിരുന്നു. അദ്ദേഹത്തെ ഇപ്രാവശ്യം പല അഴിമതി ആരോപണങ്ങളൊക്കെ ഉയർന്നതാണ്. ഒരുപക്ഷെ പ്രതിച്ഛായയുടെ ഒരു കുറവുണ്ട്. അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് ക്യാബിനറ്റ് റാങ്ക് നിഷേധിച്ചു. അവർ ക്യാബിനറ്റ് പദവി തന്നെ വേണമെന്ന വാശിയിൽ നിൽക്കുകയാണത് ഒരു കാര്യം. പക്ഷേ ശിവസേന ഷിൻഡെ വിഭാഗത്തിൽ നിന്നും ഇത്രയധികം സമ്മർദ്ദമുണ്ടാകുമെന്ന് കരുതിയില്ല. അവർക്ക് 7 MP-മാരാണുള്ളത്. ഇവിടെ 2 സഹമന്ത്രി പദം മാത്രമാണ് അവർക്ക് നൽകിയത്. അപ്പം ഇവിടെ ഒരു സഹമന്ത്രി പദം മാത്രമാണ് നൽകിയത്. ഇവിടെ ഒരു അസമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായി എന്ന പരാതിയും പരിഭവവും ഷിൻഡെ വിഭാഗത്തിനുണ്ട്. ഓർക്കൂ, മഹാരാഷ്ട്രയിൽ
4 മാസത്തിനകം തെരഞ്ഞെടുപ്പിന് പോകേണ്ട മഹാരാഷ്ട്രയിൽ ഘടകകക്ഷികളെ പിണക്കുന്നത് BJPക്ക് ആരോഗ്യപരമായിരിക്കില്ല. അതുകൊണ്ട് ഒരു മെസ്സേജ് ഘടകകക്ഷികളെ നിലക്ക് നിർത്തുക എന്ന സന്ദേശം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അവരെ ചേർത്ത് പിടിക്കുക ആണ് ഒരുപക്ഷെ അതൊരു പ്രധാനപ്പെട്ട റീഡിംഗാണ്. ശ്രീ മോഹൻ റിജിൽ മാക്കുറ്റി ഇന്നലെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കണ്ട നരേന്ദ്രമോദിയുടെ ബോഡി ലാംഗ്വേജ് വളരെ കൗതുകമുള്ളതായിരുന്നു. നിതീഷ് കുമാർ വരുന്ന സമയത്ത് എഴുന്നേറ്റ് നിന്ന് വളരെ സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി അദ്ദേഹത്തെ വണങ്ങുന്ന ഒരു നരേന്ദ്രമോദിയെ നമ്മൾ കണ്ടു. നരേന്ദ്രമോദിയും രാജ്നാഥ് സിംഗും എങ്ങനെയാണ് വേദി പങ്കിട്ടത് എന്ന് നമ്മൾ കണ്ടു. ഇത് 2019 നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു ചിത്രമാണ് നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്. കൂടുതൽ സഖ്യകക്ഷികളുമായി ഇണങ്ങുന്ന, കൂടുതൽ സഖ്യകക്ഷികളുമായി ഇടപഴകുന്ന, അവരെ കൂടുതൽ ബഹുമാനിക്കുന്ന, അവർക്ക് കൂടുതൽ സ്പേസ് കൊടുക്കുന്ന ഒരു നരേന്ദ്രമോദിയാണ് കണ്ടിരിക്കുന്നത്. പക്ഷേ മന്ത്രിസഭയുടെ കാര്യം വന്നപ്പോഴേക്കും JDU ആഗ്രഹിച്ച വകുപ്പല്ല JDUവിന് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരമനുസരിച്ച് സ്റ്റീൽ വകുപ്പാണ്, ഉരുക്ക് വകുപ്പ് മന്ത്രിയാണ് നിലവിൽ കുമാരസ്വാമി എന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെ TDPക്ക് വ്യോമയാനം കിട്ടിയിരിക്കുന്നു. മെച്ചപ്പെട്ട വകുപ്പാണ്, പക്ഷേ അവർ ആഗ്രഹിച്ചത് മറ്റു ചില വകുപ്പുകളാണ്. കൃഷി, നഗരാസൂത്രണം പോലെയുള്ള വകുപ്പുകൾ, ധാരാളം ഫണ്ടിംഗ് ആ സംസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന വകുപ്പുകളാണ്. പക്ഷേ അവർക്ക് ലഭിച്ചിരിക്കുന്ന വകുപ്പുകൾ ആ രീതിയിലുള്ള വകുപ്പുകളാണ്. ഇത് ഏതെങ്കിലും തരത്തിൽ സഖ്യകക്ഷികൾക്കിടയിൽ ഒരു അഭിപ്രായ ഭിന്നത ഉണ്ടാക്കാനുള്ള സാധ്യതയുള്ളതായി താങ്കൾ കരുതുന്നുണ്ടോ? മാറുന്ന ഒരു നരേന്ദ്രമോദിയെ താങ്കൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ റിജിൽ മാക്കുറ്റി? ശ്രീ അരുൺ, നരേന്ദ്രമോദിയെ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, അദ്ദേഹം ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ 2 തവണ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് കൃത്യമായി ഭൂരിപക്ഷം, BJP എന്ന പാർട്ടിക്ക് കൃത്യമായി ഭൂരിപക്ഷം ഉണ്ടായി. താൻ തന്നെ എല്ലാം ഞാൻ എന്ന ഭാവത്തോടുകൂടി എല്ലാം എൻ്റെ ഇമേജ്, ഞാൻ മോദി ഗ്യാരണ്ടി, അങ്ങനെയാണ് ഒരു തൻപ്രമാദിത്വത്തോടു കൂടിയാണ് അദ്ദേഹം ഈ കാലം അത്രയും ഈ രാജ്യവും അതോടൊപ്പം തന്നെ ഗുജറാത്തും ഭരിച്ചത്. അവിടെ നിന്ന് അദ്ദേഹം കേവല ഭൂരിപക്ഷമില്ലാത്ത ഒരു BJPയുടെ പ്രധാനമന്ത്രിയായി, ഘടകകക്ഷികളുടെ സീറ്റുകൾ പിന്തുണയോടുകൂടി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ അതിൻ്റെ മെയ്വഴക്കം അദ്ദേഹത്തിന് ഉണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. തീർച്ചയായും ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ ഒരു മന്ത്രിസഭ 5 വർഷം പൂർത്തിയാവാൻ സാധിക്കില്ല. അങ്ങനെ പൂർത്തിയാക്കാൻ പറ്റുന്ന രൂപത്തിലല്ല ഈ ഒരു മന്ത്രിസഭയും അതോടൊപ്പം തന്നെ ഈ മുന്നണിയും മുന്നോട്ട് പോകുന്നത് എന്ന് വളരെ കൃത്യമായി നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും. ഇത് ഒരു സ്ഥായിയായ ഒരു ഗവൺമെൻറ് അല്ല, ഒരു സ്ഥിരമായ ഒരു ഗവൺമെൻറ് അല്ല. ഈ ഗവൺമെൻറ് ആടിയുലയും എന്ന് സംബന്ധിച്ച് ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. പ്രത്യേകിച്ച് ഈ രാജ്യത്തെ ജനങ്ങൾക്കറിയാം BJPക്കെതിരെയാണ് രാജ്യത്തെ ജനത എന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാലോ, രാമക്ഷേത്രമാണ്, രാമക്ഷേത്രത്തിലൂന്നിയായിരുന്നു ഏറ്റവും വലിയ പ്രചാരവേല. ആ രാമക്ഷേത്രം ഉണ്ടാക്കി അവിടെ പ്രാണപ്രതിഷ്ഠ നടത്തി. ഹിന്ദു മതവിശ്വാസപ്രകാരം, ഹിന്ദു ആചാരപ്രകാരം, ഹിന്ദു മതവിശ്വാസവുമായി ബന്ധപ്പെട്ടവർ പോലും നരേന്ദ്രമോദി ചെയ്യേണ്ട കർമ്മമല്ല ഇത് ചെയ്ത് എന്ന് പറഞ്ഞുകൊണ്ട് മോഡിഫൈഡ് രാമനെ ഉണ്ടാക്കി കളത്തിലിറങ്ങിയവരാണ്. പക്ഷേ ആ നാട്ടിലെ ഫൈസാബാദിലെ ജനത പോലും നരേന്ദ്രമോദിയുടെ പ്രാണപ്രതിഷ്ഠയെ ഉൾക്കൊണ്ടില്ല എന്നുള്ളതാണ് ആ ഫൈസാബാദ് മണ്ഡലത്തിൽ വലിയ തോൽവി BJPക്ക് ഉണ്ടായത്. ഈ രാജ്യത്തെ ഹിന്ദു മതവിശ്വാസികളെയെല്ലാം തന്നെ തങ്ങളുടെ അജണ്ടക്കനുസരിച്ച് കൊണ്ടുപോകാം എന്നുള്ള തെറ്റായ ധാരണയാണ് ആ ഫൈസാബാദ് തെരഞ്ഞെടുപ്പിൽ BJPക്കുണ്ടായ തിരിച്ചടി. മാത്രമല്ല ഉത്തർപ്രദേശിൽ മുഴുവൻ അവർക്കുണ്ടായ തിരിച്ചടി, ഇന്ത്യ സഖ്യം നടത്തിയിട്ടുള്ള മുന്നേറ്റം, നരേന്ദ്രമോദി ഗ്യാരണ്ടി എന്ന വാരണാസിയിൽ പോലും നമുക്കറിയാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ വോട്ട് കുറഞ്ഞിരിക്കും. ഒരു ഘട്ടത്തിൽ പോലും നരേന്ദ്രമോദിയാണ് രാജ്യത്തെ BJPയുടെ നമ്പർ 1 ക്യാമ്പയിനറായിട്ടുള്ള നരേന്ദ്രമോദി ഒരു ഘട്ടത്തിൽ അവിടെ പുറകോട്ട് പോയില്ലേ? അങ്ങനെ പോകാൻ പറ്റില്ല. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന രാജ്യത്ത് കോൺഗ്രസിൻ്റെ നേതാവിനെ ആക്ഷേപിച്ചു, അപമാനിച്ചും ഇത്രയേറെ പരിഹാസം നടത്തി BJPക്കാരും മോദി ഉൾപ്പെടെ അവരുടെ പരിചാരക സംഘങ്ങൾ മുഴുവൻ IT യുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സോഷ്യൽ മീഡിയ കൂട്ടങ്ങൾ ഉൾപ്പെടെ അദ്ദേഹത്തെ ആക്ഷേപിച്ച് മുമ്പോട്ട് പോയപ്പോൾ നരേന്ദ്രമോദിയെക്കാളും വലിയ ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശ് ജയിച്ചിരിക്കുന്നു. അതുമാത്രമല്ല, നരേന്ദ്രമോദിയെ ഉത്തർപ്രദേശിൽ മത്സരിച്ച പല നേതാക്കന്മാർക്ക് പിറകിലേക്ക് അദ്ദേഹം പോയി എന്ന് പറയുമ്പോൾ മോദി എന്ന് പറയുന്ന ഒരു പ്രഭാവം ഇന്ത്യയിലില്ല എന്നുള്ളത് വളരെ കൃത്യമാണ്. അതുകൊണ്ട് ഈ നരേന്ദ്രമോദി 240 സീറ്റുകൾ എന്ന് പറഞ്ഞാൽ കോൺഗ്രസും BJPയും തമ്മിലുള്ള വ്യത്യാസം 140 സീറ്റുകളാണ് റിജിൽ മാക്കുറ്റി. 140 സീറ്റുകൾ ചെറിയ കണക്കല്ല. മാത്രമല്ല, വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മോദി പ്രഭാവം ഇല്ല. 140 സീറ്റുകളുണ്ട് കോൺഗ്രസും BJPയും തമ്മിലുള്ള വ്യത്യാസം. അതായത് നരേന്ദ്രമോദി അതാണ് പറഞ്ഞത്, ഇനി 2 or 3 തവണ കൂടി തെരഞ്ഞെടുപ്പ് വന്നാലും നിങ്ങൾക്ക് 100-നപ്പുറം കടക്കാൻ കഴിയില്ല എന്നാണ് നരേന്ദ്രമോദി പറയുന്നത്. ഇതായിരുന്നല്ലോ ഏറ്റവും നല്ല അവസരം. ഇനി ഒരുപക്ഷെ കുറച്ചുകൂടി മെച്ചപ്പെട്ട മോദിയെ, ജനകീയനായ മോദിയെ കാണാം. പറഞ്ഞു റിജിൽ, എന്തോ റിജിൽ പറയാൻ വരും, എനിക്ക് ഇടവേള. അതിനുശേഷം ഞാൻ ശിവശങ്കറിലേക്ക് വരാം. 5 വർഷം തികയ്ക്കില്ലെന്നാണ് ശിവശങ്കർ പറഞ്ഞിരിക്കുന്നത്. റിജിൽ മാക്കുറ്റി ശ്രീ അരുൺ 352-ൽ നിന്ന് 292-ലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എത്രയേറെ വേട്ടയാടപ്പെട്ടു. ഞങ്ങൾക്കെതിരായി നടത്തിയുള്ള ക്യാമ്പയിൻ, ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് പോലും ബാൻ ചെയ്തുകൊണ്ട് ഒരു പ്രതിപക്ഷ പാർട്ടിയോട് കാണിക്കാൻ സാധിക്കാത്ത എല്ലാ തരത്തിലുള്ള തോന്നിയവാസങ്ങളും മര്യാദകളും കാണിച്ചുകൊണ്ട് മുമ്പോട്ട് പോയി. കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളതാണ് പറഞ്ഞത്. ആ കോൺഗ്രസ് മുക്ത ഭാരതത്തിൽ നിന്ന് ഞങ്ങൾ 100-ലേക്ക് എത്തിയിരിക്കുകയാണ്. തീർച്ചയായും ഈ 100-ൽ നിന്ന് 2029 എന്ന് പറയുമ്പോൾ ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ വെച്ച് പറയാണ്, അത് കോൺഗ്രസ്
ഒറ്റയ്ക്ക് ഈ രാജ്യത്ത് അധികാരത്തിലേക്ക് വരുന്ന രൂപത്തിലേക്ക് മുമ്പോട്ട് വരും എന്ന അതൊരു സൂചനയാണ് എന്നാണ് റിജിൽ മാക്കുറ്റിയുടെ സൂചന. ശിവശങ്കർ അതിന് മറുപടി വേണം. ഞാൻ ഇടവേളയ്ക്ക് ശേഷം വരാം. ഒരു കാര്യം കൂടി, ശിവശങ്കർ സാംസ്കാരിക ടൂറിസം വകുപ്പുകളുടെ സഹമന്ത്രിയാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇപ്പോൾ വരുന്ന വിവരം അനുസരിച്ച് സാംസ്കാരിക വകുപ്പില്ല, പെട്രോളിയം ടൂറിസം വകുപ്പാണ് സുരേഷ് ഗോപിക്ക് ലഭിച്ചിരിക്കുന്നത്. പെട്രോളിയം വകുപ്പ് സുരേഷ് ഗോപിക്ക് കിട്ടിയാൽ സുരേഷ് ഗോപി അതിൽ എന്ത് ചെയ്യാനാണെന്നൊരു ചോദ്യം ബാക്കി നിൽക്കുന്നു. പക്ഷേ അദ്ദേഹം ആ വകുപ്പ് സ്വീകരിക്കുമോ, വകുപ്പുകൾ പുറത്തു വരുമ്പോൾ വീണ്ടും അതൃപ്തി പ്രകടിപ്പിക്കുമോ എന്നൊരു ചോദ്യം കൂടി ബാക്കി നിൽക്കുന്നു. ശിവശങ്കർ, ഞാൻ അങ്ങയിലേക്ക് വരാം. ജോർജ് കുര്യന്റെ വകുപ്പ് കൂടി അല്പസമയത്തിനുള്ളിൽ പുറത്തു വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പ്രേക്ഷകർക്ക് അറിയേണ്ടത് സുരേഷ് ഗോപിക്ക് സാംസ്കാരിക വകുപ്പല്ല, പകരം പെട്രോളിയം ടൂറിസം വകുപ്പിലെ സഹമന്ത്രിയാണ് ഇപ്പോൾ സുരേഷ് ഗോപി. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. റിജിൽ മാക്കുറ്റി പറയുന്നു 5 വർഷം ഈ സർക്കാർ തികയ്ക്കില്ല. മോഹൻ വർഗീസ് പറയുന്നു നരേന്ദ്രമോദിയുടെ 3ാം ഊഴത്തിലെ ടീം ചില സന്ദേശങ്ങൾ, ചില പ്രധാനപ്പെട്ട സൂചനകൾ നൽകുന്നു, ചില സ്റ്റേറ്റ്മെന്റുകൾ നൽകുന്നു എന്നാണ് സഖ്യകക്ഷികൾക്ക്. അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുക BJP, ശിവശങ്കർ എന്ന് നോക്കാം. ഇടവേളയ്ക്ക് ശേഷം ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. നരേന്ദ്രമോദിയുടെ 3ാം ഊഴം ടീമിന്റെ വകുപ്പ് വിഭജനം പൂർത്തിയായിരിക്കുന്നു. വകുപ്പ് വിഭജനം പൂർത്തിയാക്കുമ്പോൾ കേരളത്തിൽ നിന്നുള്ള സുരേഷ് ഗോപിക്ക് പെട്രോളിയം ടൂറിസം വകുപ്പുകളുടെ സഹമന്ത്രിയായിട്ടാണ് ഇപ്പോൾ ചുമതല ലഭിച്ചിരിക്കുന്നത്. ലിസ്റ്റുകൾ പൂർണ്ണമായും ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു. ശിവശങ്കർ നമുക്കൊപ്പം തുടരുന്നു. BJP നേതാവ്, ഒപ്പം തന്നെ കോൺഗ്രസ് പ്രതിനിധി റിജിൽ മാക്കുറ്റി നമുക്കൊപ്പമുണ്ട്. ശ്രീ ശിവശങ്കർ, ഇപ്പോൾ നോക്കൂ, സുരേഷ് ഗോപിക്ക് പെട്രോളിയം ടൂറിസം വകുപ്പാണ് ലഭിച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട വകുപ്പുകൾ ഒക്കെ BJP തന്നെ കൈകാര്യം ചെയ്യുന്നു. അതിൽ ചില സന്ദേശങ്ങളുണ്ട്, സൂചനയുണ്ട് എന്നാണ് മോഹൻ വർഗീസ് പറഞ്ഞത്. 5 വർഷം തികയ്ക്കില്ല ഈ സർക്കാർ എന്ന് റിജിൽ മാക്കുറ്റിയും പറയുന്നു. എന്താണ് അഭിപ്രായം ശിവശങ്കർ? ഞാൻ 3 കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഇത്തരം അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ BJPക്കെതിരെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അവർ മുൻപ് ഉന്നയിച്ച ആരോപണങ്ങളും ഈ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ യുക്തിഭദ്രമാണോ എന്ന് കുറഞ്ഞപക്ഷം കോൺഗ്രസ് നേതാക്കളെങ്കിലും ആലോചിക്കണം. ആദ്യമായിട്ട് ഞാൻ പറയട്ടെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഡോക്ടർ അരുൺ അറിയായിരിക്കുമല്ലോ, രാംദാസ് ആത്വാലെ, അദ്ദേഹം റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഏക മെമ്പറായിരുന്നു. കഴിഞ്ഞ തവണയും മെമ്പറായിരുന്നു, ഇത്തവണയും അദ്ദേഹം മെമ്പറാണ്. അതുപോലെ തന്നെ അനുപ്രിയ പട്ടേൽ, BJPക്ക് കഴിഞ്ഞ തവണ UP യിൽ നിന്ന് ഇത്രയേറെ സീറ്റ് കിട്ടിയിട്ടും ഒരു സീറ്റാന്ന് തോന്നുന്നു അവർക്ക്, ഒരു സീറ്റോ 2 സീറ്റോ കിട്ടിയിട്ടും അവർ കഴിഞ്ഞ തവണ 2 തവണയും അവർ മന്ത്രിയായിരുന്നു. അത് പ്രത്യേകിച്ച് ആരോഗ്യ വകുപ്പിലെ വളരെ ശക്തിയായ മന്ത്രിയായിരുന്നു. അവർക്ക് ഒരു കംപ്ലൈന്റും ഉണ്ടായിരുന്നില്ല. അപ്പോൾ BJPക്ക് സ്വന്തമായി ഭൂരിപക്ഷം കിട്ടിയിട്ടും, പ്രത്യേകിച്ച് UP നിന്ന് അത്തരത്തിലുള്ള ഒരു കക്ഷിയുടെ ആവശ്യമില്ലാഞ്ഞിട്ട് പോലും BJP മുന്നോട്ട് വെച്ചിരുന്ന ഈ ആശയങ്ങൾ, ഈ 2 പേരുടെ കാര്യം മാത്രം എടുത്താൽ മതി, അവർ ഇത്തവണയും മന്ത്രിയായിരിക്കുന്നു. അതുകൊണ്ട് BJPക്ക് ഘടകകക്ഷികളെ നിർത്താൻ അറിയില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് സ്വതന്ത്രമായി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയപ്പോൾ ഘടകകക്ഷികളെ ഞങ്ങൾ ഏറ്റെടുത്തിരുന്നില്ല എന്നുള്ള വാദമുഖങ്ങൾ തെറ്റാണ്. പിന്നെ ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇത്തവണ ഇപ്പോൾ റവനീത് സിംഗ് ബിറ്റുവിന്റെ കാര്യം എടുത്താൽ പോലും തോറ്റിട്ട് പോലും ഞങ്ങൾ എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരാളെ വീണ്ടും BJP മന്ത്രിസഭയിലേക്ക് എടുത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചാൽ BJP എന്താണ് ഈ അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് ഉദ്ദേശിക്കുന്നതെന്ന് കൃത്യമായിട്ട് മിനിസ്ട്രി ഓഫ് മൈനോറിറ്റി അഫയേഴ്സ് ന്യൂനപക്ഷ കാര്യത്തിന്റെ സഹമന്ത്രിയാണ് അദ്ദേഹം. ഒപ്പം തന്നെ മിനിസ്ട്രി ഓഫ് സ്റ്റേറ്റ് ഇൻ ദ മിനിസ്ട്രി ഓഫ് ഫിഷറീസ്, അനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറീസ്, മത്സ്യമൃഗസംരക്ഷണ വകുപ്പിന്റെ സഹമന്ത്രി കൂടിയാണ്. കഴിഞ്ഞ തവണ നമുക്ക് IT വകുപ്പ് കിട്ടിയിരുന്നു. കഴിഞ്ഞ തവണ വിദേശകാര്യ സഹമന്ത്രി സ്ഥാനം കേരളത്തിനുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് പെട്രോളിയം ടൂറിസം മിനിസ്റ്റർ സുരേഷ് ഗോപിയും, ഒപ്പം തന്നെ മിനിസ്ട്രി ഓഫ് മൈനോറിറ്റി അഫയേഴ്സും, ഒപ്പം തന്നെ ഈ ഫിഷറീസ് വകുപ്പുമാണ്. മികച്ച വകുപ്പുകളാണ്. പക്ഷേ കേരളത്തെ അവഗണിക്കുന്നുണ്ടോ വകുപ്പ് വിഭജനത്തിലെങ്കിലും എന്നൊരു ചോദ്യം കൂടി പ്രസക്തമല്ലേ ശിവശങ്കർ? ഞാൻ വീണ്ടും മനസ്സിലാക്കുന്നത്, ഒരു വകുപ്പ് നിരന്തരമായി ഒരു സംസ്ഥാനത്തിന് കുത്തകയായിട്ട് കൊടുക്കുന്നതല്ലേ ശരിക്ക് ജനാധിപത്യത്തിൽ തെറ്റായിട്ടുള്ളത്? ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിൻ്റെതാണ് ഈ വകുപ്പ്. അതിപ്പോൾ DMKയുടെ കാലഘട്ടത്തിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. ഇൻഡസ്ട്രിയൽ മിനിസ്ട്രി ഫോർ ദ DMK, അവരെങ്ങനെയെങ്കിലും പറഞ്ഞു വാങ്ങിക്കും. അതല്ലല്ലോ ശരി. ഓരോരോ കാലഘട്ടത്തിൽ വ്യത്യസ്തമായി ഓരോരോ വിഭാഗത്തിനും വളരുവാനും സഹായം ചെയ്യുവാൻ അത്തരത്തിൽ അവിടെ നിന്നുള്ള ആളുകൾക്ക് ഓരോരോ മിനിസ്ട്രി മറിച്ച് തിരിച്ചു നൽകുന്നതല്ല. സുരേഷ് ഗോപിക്ക് അസംതൃപ്തിയുണ്ട് എന്ന വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ചിലരെങ്കിലും അത് സ്ഥിരീകരിക്കുക കൂടി ചെയ്യുന്നു. ഒരു നിമിഷം ശിവശങ്കർ പറഞ്ഞോളൂ. അരുൺ, ഒരൊറ്റ മിനിറ്റ്. അരുൺ, ഞാൻ 2 കാര്യം കൂടെ പറയാം. ഞാൻ എന്നിട്ട് എനിക്ക് സമയം തരണ്ട, ഞാൻ അല്ലെങ്കിൽ ആ അഭിപ്രായം ശരിയാവില്ല.
രണ്ടാമത്തെ കാര്യം, ഈ വാരണാസിയിലെ ഫൈസാബാദിലെയും കാര്യം പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതുവരെ യു പിയിലെ ജനങ്ങൾക്ക് ജനാധിപത്യ ബോധമില്ല എന്ന് പറഞ്ഞല്ലേ നിങ്ങൾ കളിയാക്കിയിരുന്നത്. ഇപ്പൊ പെട്ടെന്ന് ഫൈസാബാദിലും വാരണാസിയിലും BJP തോറ്റപ്പോൾ പെട്ടെന്ന് അവിടെ ജനാധിപത്യ ബോധം വരുന്നു യു പിയിലെ ജനങ്ങൾക്ക്. പിന്നെ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞതുപോലെ പ്രതിപക്ഷത്തെ ഇത്രയേറെ അടിച്ചമർത്തിയിട്ട് പോലും അവർക്ക് ജനങ്ങളുടെ പിന്തുണ കിട്ടുന്നില്ലെങ്കിൽ സത്യത്തിൽ നിങ്ങളാണ് ജനകീയ പിന്തുണയ്ക്ക് എന്തെങ്കിലും കാര്യമായിട്ട് പരിശോധിക്കേണ്ടത്. നിങ്ങളുടെ ജനകീയ പിന്തുണയാണ് കുറഞ്ഞത് എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, റിജിൽ ബാക്കുറ്റി വളരെ പെട്ടെന്ന് മറുപടി. ജോർജ് കുര്യൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നത് അതിലേക്ക് പോകും മുൻപ്. തീർച്ചയായും രാജ്യത്തെ ജനങ്ങൾ ഏത് രൂപത്തിലാണ് നരേന്ദ്രമോദിയെ കണ്ടതെന്നും കോൺഗ്രസിനെയും കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്നത് ഇന്ത്യ മുന്നണി, ഇപ്പൊ ഇന്ത്യ മുന്നണി എന്ന മുന്നണി ഈ രാജ്യത്തിനകത്ത് അതിനെ പരിഹസിച്ചവരാണ്. ഈ ഒരു ശരീരഭാഷയായിരുന്നില്ലല്ലോ തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ ജോർജ് കുര്യനിലേക്ക് പോകട്ടെ. റിജിൽ ബാക്കുറ്റി, ഇപ്പോൾ മന്ത്രി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ സംസാരിക്കുന്നു. എല്ലാം തന്നെ എനിക്ക് മനഃപ്പാഠമാണ്. പിന്നെയുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട തീരദേശ ജനതയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഫിഷറീസാണ്. അതുപോലെ തന്നെ കർഷകരെ, ക്ഷീരകർഷകരെ ബാധിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ക്ഷേമം നോക്കുന്ന അനിമൽ ഹസ്ബൻഡറിയാണ് ആൻഡ് ഡയറി. അപ്പോൾ ഈ രംഗത്ത് എന്നാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതാണ്, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ രണ്ട് മിനിസ്ട്രിയും കിട്ടിയതിൽ വളരെ അധികം സന്തോഷമുണ്ട്. ഇല്ല, അതിന്റെ ബന്ധപ്പെട്ടവരുമായിട്ട് സംസാരിച്ചിട്ട് മാത്രമേ അതിനെപ്പറ്റി പറയാൻ സാധിക്കൂ. കാരണം ക്ഷീരകർഷകരെ അവരുമായിട്ട് സംസാരിച്ചിട്ടില്ല അതിനെപ്പറ്റി, അവരല്ലേ അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അതുപോലെ തന്നെ മൈനോറിറ്റി അഫയേഴ്സിന്റെ പദ്ധതികൾ, അതെനിക്കറിയാവുന്ന പദ്ധതികളാണ്. അതിന് അതിൻ്റെതായിട്ടുള്ള വ്യവസ്ഥകളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അത് നടപ്പിലാക്കും. അങ്ങേക്ക് ലഭിച്ചിരിക്കുന്ന വകുപ്പുകളെല്ലാം തന്നെ ന്യൂനപക്ഷമായാലും ഒപ്പം തന്നെ ഫിഷറീസ് ആയാലും മൃഗസംരക്ഷണമായാലും കേരളവുമായി ബന്ധമുള്ള പദ്ധതികളാണ്. അതപ്പോ അത് അറിഞ്ഞുകൊണ്ട് തന്നെ അങ്ങയെ ഏൽപ്പിച്ചതാണ് എന്നാണോ കരുതുന്നത്? അങ്ങനെ കരുതുന്നു. മലയാളി ആയതുകൊണ്ടും കേരളമായതുകൊണ്ടും തീരദേശം ധാരാളമുള്ള ഒരു പ്രദേശമാണല്ലോ കേരളം. അപ്പോൾ അങ്ങനെ അതിന് ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കാനായിരിക്കണം അത് തന്നതെന്ന് ഞാൻ കരുതുന്നു. ഈ അടുത്ത കാലത്ത് തീരദേശം കേന്ദ്രീകരിച്ചുള്ള നിരവധി സമരങ്ങൾ, പ്രത്യേകിച്ച് കടലാക്രമണം അടക്കമുള്ള വിഷയങ്ങളൊക്കെ വലിയ രീതിയിൽ ഉയർന്നു നിൽക്കുന്ന ഒരു സമയമാണ്. ഈ ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട് എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? അല്ല, ആ ജനങ്ങളുമായിട്ട് സംസാരിച്ചിട്ട് അതിന് പരിഹാരം എന്നുള്ള രീതിയിൽ അവർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കും. പ്രത്യേക പദ്ധതികൾ കേരളത്തിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഈ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മനസ്സിലുണ്ടോ? ഇപ്പോൾ ഈ മിനിസ്ട്രി ഈ വകുപ്പ് കിട്ടിയതല്ലേ ഉള്ളൂ. അപ്പൊ നമ്മൾ റെഡിമെയ്ഡായിട്ട് പദ്ധതി പറയുന്നത് എങ്ങനെ നടപ്പിലാക്കാൻ സാധിക്കുക? അത് അവരുമായിട്ട് സംസാരിച്ചിട്ട് വേണമല്ലോ. അങ്ങനെയാണല്ലോ, ആ ജനവിഭാഗമായിട്ട് സംസാരിച്ചിട്ട് അങ്ങനെയല്ലേ നമ്മൾ പദ്ധതികൾക്ക് രൂപം കൊടുക്കുന്നു. അങ്ങനെ രൂപം കൊടുക്കണം. ഈ ന്യൂനപക്ഷ വിഭാഗവും അതോടൊപ്പം തന്നെ സർക്കാരും തമ്മിലുള്ള ബന്ധം വഷളാണ് തരത്തിൽ വലിയ തരത്തിൽ വിമർശനങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ വലിയ രീതിയിലുണ്ടായിരുന്നു. ഒപ്പം തെരഞ്ഞെടുപ്പ് പ്രചാരണം അടക്കമുള്ള കാര്യങ്ങൾ വലിയ രീതിയിൽ ചർച്ചയായതാണ്. അപ്പൊ ഈ ബന്ധം ഊഷ്മളമാക്കാൻ ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളായി സർക്കാരുമായിട്ടെന്ന് പറഞ്ഞാൽ കേരള സർക്കാരോ കേന്ദ്ര സർക്കാരോ? കേന്ദ്ര സർക്കാരുമായിട്ട് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് കേരള രാഷ്ട്രീയം ഇപ്പോൾ നിരീക്ഷിക്കുന്നവർക്ക്, ചില പൊട്ടലും ചീറ്റലും ഒക്കെ കാണുന്നവർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് റിസൾട്ട് വന്നതിന് ശേഷം മനസ്സിലാക്കുന്നത്. കൂടുതൽ ന്യൂനപക്ഷത്തിലേക്ക് അടുക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. അല്ല, ന്യൂനപക്ഷ ക്ഷേമം എന്ന് പറഞ്ഞാൽ അവരുമായിട്ട് അടുക്കാതെ എങ്ങനെയാണ് നടപ്പിലാക്കാൻ സാധിക്കുന്നത്? അവരുമായിട്ട് അകന്ന് നിന്നുകൊണ്ട് അവരുടെ ക്ഷേമം നടത്താൻ പറ്റുമോ? തീർച്ചയായിട്ടും അടുത്തുകൊണ്ട് തന്നെയായിരിക്കും അവരുടെ പ്രശ്നങ്ങളും. ഈ യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന അവസരത്തിൽ അതിൻ്റെ അകത്ത് കേന്ദ്രവുമുണ്ട് സംസ്ഥാനവുമുണ്ട്. അങ്ങനെയല്ല അത് നടപ്പിലാക്കാൻ പറ്റില്ല. കേന്ദ്ര പദ്ധതികളെല്ലാം തന്നെ സംസ്ഥാനത്തിന്റെ സഹകരണത്തിലൂടെ തീരദേശ മത്സ്യബന്ധന ഒപ്പം തന്നെ മൃഗസംരക്ഷണ ഡയറീസ് വകുപ്പ് മന്ത്രി ഒപ്പം തന്നെ മൈനോറിറ്റി അഫയേഴ്സ് കൂടി കൈകാര്യം ചെയ്യുന്ന വകുപ്പിന്റെ സഹമന്ത്രിയാണ് ജോർജ് കുര്യൻ. ഇപ്പോൾ ജോർജ് കുര്യൻ സംസാരിച്ചു. ഞാൻ റിജിൽ ബാക്കുറ്റിക്ക് അങ്ങേക്ക് തുടരാം. ഈ മന്ത്രിസഭാ വകുപ്പുകൾ എല്ലാം ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിലെ പെട്രോളിയം ടൂറിസവും പിന്നെ തീരദേശമുണ്ട്. കേരളത്തെ അറിഞ്ഞു കൊടുത്തിരിക്കുന്ന വകുപ്പുകളാണോ? മൈനോറിറ്റി അഫയേഴ്സിന്റെ ചുമതലയാണ് ജോർജ് കുര്യൻ ഉള്ളത്. അദ്ദേഹം നേരത്തെ ന്യൂനപക്ഷ കമ്മീഷന്റെ വൈസ് ചെയർമാൻ ആയിരുന്നു എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ കേരളത്തിൽ ക്രൈസ്തവ ബെൽറ്റുകളിൽ നിന്ന് വോട്ട് ചോർച്ച ഉണ്ടാകാൻ പോകുന്നു. അതിന് നേതൃത്വം കൊടുക്കാൻ കൂടി പോവുകയാണ് ഒരു സഹമന്ത്രി.
ശ്രീ അരുൺകുമാർ, ഇപ്പോൾ കഴിഞ്ഞ തവണ ഇവിടെ മന്ത്രിമാരൊക്കെ ഉണ്ടായിരുന്നു. ആ മന്ത്രിമാരുണ്ടായതിനു ശേഷവും സ്വാഭാവികമായിട്ടും BJPക്ക് സംബന്ധിച്ചിടത്തോളം അവരുടെ പൊളിറ്റിക്കലി അവർക്ക് മുന്നേറ്റമുള്ള പ്രദേശങ്ങളിൽ അവർക്ക് വിജയിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. സുരേഷ് ഗോപിയുടെ ഒരു വിജയം കൊണ്ട് ഈ കേരളം മുഴുവൻ BJPക്ക് അനുകൂലമാണ് എന്ന് ചിന്തിക്കുന്നത് ശരിയല്ല. തീർച്ചയായിട്ടും വളരെ ശക്തമായ രൂപത്തിലുള്ള പ്രചാരണ വേല ഒറ്റ കാര്യം പറഞ്ഞാൽ ആ 4% വോട്ട് വർധന ഉണ്ടായിട്ട് പോലും എത്ര ആൾക്ക് കെട്ടിവെച്ച കാശ് കിട്ടിയിട്ടില്ല. സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള BJP സംസ്ഥാന പ്രസിഡന്റ് മത്സരിച്ച സ്ഥലത്ത് കെട്ടിവെച്ച കാശ് കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ വോട്ട് വളർച്ച ഉണ്ടാവും തെരഞ്ഞെടുപ്പ് രംഗത്ത്. ഇപ്പോൾ കഴിഞ്ഞ അധികാരത്തിലേറി വന്ന BJPക്ക് എന്താ അവസ്ഥയുണ്ടായത്? അതുകൊണ്ട് ഒറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. രാജ്യത്തെ ജനങ്ങൾക്ക് ബാധിക്കുന്ന വിഷയത്തിനകത്ത് ഈ സർക്കാർ വിഷയങ്ങളിൽ എടുത്ത നിലപാടെന്തായിരുന്നു? ഇപ്പൊ എന്താ നിലപാട് മാറ്റം എന്ന് പറഞ്ഞില്ലേ? തോൽവിയെ ഭയക്കുന്നത് കൊണ്ടാണ് ഇവർ ഇത്തരത്തിൽ ചരിത്രത്തെ മറ്റൊരു രീതിയിൽ വായിക്കാൻ ശ്രമിക്കുന്നത്. കാരണം നരേന്ദ്രമോദിയുടെ മൂന്നാം ഊഴം വന്നിരിക്കുന്നു. ഒരു ഹണിമൂൺ പീരീഡ് എല്ലാവർക്കും ബാധകമാണ്. അത് ശിവശങ്കരന്റെ പാർട്ടിക്കും ബാധകമാണ്. നമുക്ക് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഈ മന്ത്രിസഭയെ നമുക്കൊന്ന് വിലയിരുത്തേണ്ടി വരും. നമുക്ക് നോക്കാം. താങ്ക് യു ശിവശങ്കർ, താങ്ക് യു ഋജുൽ മാക്കുറ്റി, മോഹൻ വർഗീസ് നമുക്കൊപ്പം ചേർന്നതിന്. നരേന്ദ്രമോദിയുടെ മൂന്നാം ഊഴം, ദ ബിഗ് ടീം, മൂന്നാം ടീമിൽ എത്തിയിരിക്കുന്നവരിൽ കേരളത്തിന് ലഭിച്ചിരിക്കുന്നത് ടൂറിസം, പെട്രോളിയം വകുപ്പുകൾ സുരേഷ് ഗോപിക്ക്. ഒപ്പം തന്നെ മൈനോറിറ്റി അഫയേഴ്സ്, ന്യൂനപക്ഷ ക്ഷേമവും അടക്കമുള്ള വിഭാഗമാണ്, വകുപ്പുകളാണ്. തീരദേശത്ത് മത്സ്യബന്ധനം അടക്കമുള്ള വകുപ്പുകളാണ് ജോർജ് കുര്യന് ലഭിച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട വകുപ്പുകൾ BJP തന്നെ കൈവശം വയ്ക്കുന്ന സാഹചര്യവും ഉണ്ടാവുന്നു. ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നു. Debate with Arun Kumar.